യെശയ്യാ പ്രവചനം 52 അധ്യായം 13 മുതൽ യെശയ്യാ പ്രവചനം 1 മുതൽ അവസാനം വരെയുള്ളതായ ആ വാക്യങ്ങൾ മുഴുവൻ നമ്മൾ വായിക്കുവാൻ വേണ്ടി പോകുന്നു. സ്തോത്രം. യെശയ്യാ പ്രവചനം 53 അധ്യായത്തിൽ 12 വാക്യങ്ങൾ, യെശയ്യാ പ്രവചനം 52 13, 14, 15 വാക്യങ്ങൾ, അങ്ങനെ 12 വാക്യങ്ങൾ 53 അധ്യായത്തിൽ, 52 നിന്ന് അതിൻ്റെ അവസാന ഭാഗമാകുന്ന 3 വാക്യങ്ങൾ, അങ്ങനെ 15 വാക്യങ്ങൾ നമ്മൾ വായിച്ച് ദൈവകൃപയാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരികെ ഇത്രയും 15 വാക്യങ്ങൾ വായിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവർ ആമേൻ പറഞ്ഞാണ്. യെസ്, നമുക്ക് ഒരുമിച്ച് ആ ശബ്ദത്തിൽ തന്നെ ഒരുമിച്ച് വായിക്കാം. എൻ്റെ ദാസൻ കൃതാർത്ഥനാകും, അവൻ ഉയർന്നു പൊങ്ങി അത്യന്തം ഉന്നതനായിരിക്കും. അവൻ്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവൻ്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമായിരിക്കും കൊണ്ട് പലരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോയതുപോലെ അവർ പല ജാതികളെയും കുതിച്ച് ചാടുമാറാക്കും. രാജാക്കന്മാർ അവനെ കണ്ട് വായ്പൊത്തി നിൽക്കും. അവർ ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്തത് കാണുകയും ഒരിക്കലും കേട്ടിട്ടില്ലാത്തത് ഗ്രഹിക്കുകയും ചെയ്യും. 53 1 മുതൽ അവസാന വാക്യങ്ങൾ വരെ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർമുളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുൻപാകെ വളരും. അവന് രൂപഗുണം ഇല്ല, കോമളത്വം ഇല്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവും ഇല്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്ക വണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതും ഇല്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. തന്നെ താൻ താഴ്ത്തി വായ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവനും ആകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതെ ഇരുന്നു. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. ജീവനുള്ള ദേശത്ത് നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു എന്നും എൻ്റെ ജനത്തിൻ്റെ അതിക്രമം നിമിത്തം അവൻ്റെ ദണ്ഡനം വന്നു എന്നും അവൻ്റെ തലമുറയിൽ ആർ വിചാരിച്ചു. അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതെയും ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടെ ആയിരുന്നു. എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവൻ അവനെ കഷ്ടം വരുത്തി. അവൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ്സ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും. അവൻ തൻ്റെ പ്രയത്നബലം കണ്ട് തൃപ്തനാകും. നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോടുകൂടെ ഓഹരി കൊടുക്കും, ബലവാന്മാരോടുകൂടെ അവൻ കൊള്ള പങ്കിടും. അവൻ തൻ്റെ പ്രാണനെ മരണത്തിന് ഒഴുകിക്കളയുകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടിവെന്നും കൊണ്ട് അതിക്രമക്കാരോട് എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വമെടുക്കുമാറാകട്ടെ. കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് 2700 വർഷങ്ങൾക്ക് മുമ്പ്, യേശുവിൻ്റെ ജനനത്തിന് 7 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനാകുന്ന യെശയ്യാവ് ദീർഘദർശന ആത്മാവിനാൽ അഥവാ പ്രവചനാത്മാവിനാൽ പ്രവചിച്ചിരിക്കുന്ന സ്തോത്രം ഭാഗമാണ് നമ്മൾ വായിച്ചത്. 2700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാവ് ഇത് സ്തോത്രം പറയുകയല്ല ചെയ്തത്, പാടുകയാണ് ചെയ്തത്. ഇറ്റ്സ് എ പ്രൊഫറ്റിക് സോങ്. ഇതൊരു ഗാനമാണ്. കഴിഞ്ഞ വർഷം 2014 മാർച്ച് മാസം അവസാന ആഴ്ചയിൽ പാസ് ഓവർ വീക്കിൽ അല്ലെങ്കിൽ കഷ്ടാനുഭവ ആഴ്ചയിൽ നമ്മൾ സ്തോത്രം ഇതിൻ്റെ ചില ഭാഗങ്ങൾ, ആരംഭ ഭാഗങ്ങൾ ദൈവകൃപയാൽ സ്തോത്രം ധ്യാനിക്കുകയുണ്ടായി. അതിൻ്റെ ബാക്കിയായിരിക്കും ദൈവകൃപയാൽ നാം കേൾക്കുവാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടായിരിക്കും. സ്തോത്രം. ഇല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ റിവൈസ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ 4 മെസ്സേജസ് കാണുവാൻ തക്കോണം കഴിയും, 4 ദൂതുകൾ കാണുവാൻ കഴിയും.
അത് മുഴുവനായി ആവർത്തിക്കാൻ നമ്മുടെ മുമ്പിൽ നേരമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്തോത്രം തുടർന്നുള്ള പാഠങ്ങൾ അല്ലെങ്കിൽ തുടർന്നുള്ള കാര്യങ്ങൾ പഠിക്കുവാൻ ഗുണം കഴിയത്തില്ല. വചനത്തിൽ മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്നവർ കരങ്ങളെ ഉയർത്തിയാണ്. ഈ തലമുറയുടെ ഏറ്റവും വലിയ മൈനസ്, നമ്മൾ യേശു എന്ന് കേൾപ്പാൻ പല പ്രീച്ചേഴ്സിൽ നിന്ന് പല മിനിറ്റുകൾ കാത്തിരിക്കണം. 13 മിനിറ്റ്, 15 മിനിറ്റ്, 20 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴാണ് യേശു എന്ന പദം പലപ്പോഴും പുൽപ്പിറ്റിൽ നിന്ന് കേൾക്കുന്നത്. സ്തോത്രം. ഏതെങ്കിലും മീറ്റിങ്ങിൽ നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പോകുമ്പോൾ അതെ, തീ ആദ്യമായി വരുമായിരിക്കും, വെള്ളപ്പൊക്കം വരുമായിരിക്കും, സുനാമി വരുമായിരിക്കും, ഉണർവ് വരുമായിരിക്കും, അഭിഷേകം, പകർച്ച, സാന്നിധ്യം, ഇതൊക്കെ ധാരാളമായി വരുമായിരിക്കും. ഇതെല്ലാം ഉണ്ട്, നിശ്ചയമായി അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. പക്ഷെ മനസ്സിലാക്കുക, ഇതെല്ലാം ഉണ്ടായത്, നമ്മളിങ്ങനെ കൂടി വന്നത് ഒരൊറ്റ നാമനിമിത്തമാണ്, യേശുവിൻ്റെ നാമമാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ ഈ തലമുറയിൽ പറയാൻ കടപ്പെട്ടിരിക്കുന്ന പദം, യെസ്, താങ്ക് യു. അതെ, സകല നാമത്തിന് മേലായ നാമം, മറ്റ് ഏതിനേക്കാളും ഏറ്റവും കൂടുതൽ ഉയർന്ന് അതെ പറയേണ്ട നാമം യേശുവിൻ്റെ നാമമാണ്. സോ യേശുവിന് വേണ്ടി ആരാണോ നിൽക്കുന്നത് അവൻ പൊളിഞ്ഞു പോകത്തില്ല. യേശുവിനെ ആരാണോ ഉയർത്തുന്നത് അവനെ താഴ്ത്തുവാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് ഏതെങ്കിലും ദൈവദാസനോ, ഏതെങ്കിലും ലോബിക്കോ, ഏതെങ്കിലും പ്രസ്ഥാനത്തിനോ, ഏതെങ്കിലും സാധ്യതകൾക്കോ, ഏതെങ്കിലും ചാൻസിനോ, ഏതെങ്കിലും അവസരങ്ങൾക്കോ വേണ്ടി നിൽക്കാതെ കർത്താവായ യേശുവിന് വേണ്ടി നിന്നാട്. ഹല്ലേലൂയ. യേശുവാണ് നമ്മെ രക്ഷിച്ചത്, നമ്മെ വിടുവിച്ചത്, നമ്മെ വിളിച്ചത്, നമ്മളെ തിരഞ്ഞെടുത്തത്, നമ്മളെ അഭിഷേകം ചെയ്തത്, ശുശ്രൂഷകളിൽ നമ്മളെ ആക്കി വച്ചത്. സോ യേശയ്യാ പ്രവചനം 53-ാം അധ്യായം, വിച്ച് വാസ് ദ മാസ്റ്റർ പ്ലാൻ ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ പ്ലാനിനെ കുറിച്ചാണ് സ്തോത്രം യേശയ്യാവ് പറഞ്ഞിരിക്കുന്നത്. അതുതന്നെയാണ് കഴിഞ്ഞ വർഷം ഞാൻ നിങ്ങളോട് പറഞ്ഞത്, വിച്ച് ഈസ് ദ മാസ്റ്റർ പ്ലാൻ ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതി ആണ് യേശയ്യാവ് 53-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. രക്ഷാ പദ്ധതി, ദൈവത്തിൻ്റെ പദ്ധതി. സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം എല്ലാവർക്കും വളരെ സുപരിചിതമായ വാക്യമാണ്. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇതിൻ്റെ സൈഡിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, ദ മാസ്റ്റർ പ്ലാൻ ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ. ഈ വീണ്ടെടുപ്പ്, ഈ രക്ഷ എങ്ങനെ സാധിക്കുന്നു എന്ന് യെശയ്യാവ് വിശദീകരിച്ച് സ്തോത്രം ആ 15 വാക്യങ്ങളിൽ സ്തോത്രം പറയുകയാണ്. ഒന്നാമത്തെ ദൂത് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വർഷം പറഞ്ഞത്, സ്തോത്രം ക്യാപിറ്റുലേറ്റ് ചെയ്ത് പറഞ്ഞാൽ അതെ, സ്തോത്രം ദ മാസ്റ്റർ പ്ലാൻ ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ രക്ഷയുടെ പദ്ധതി അല്ലെങ്കിൽ വീണ്ടെടുപ്പിൻ്റെ പദ്ധതി. ജീവപുസ്തകത്തിൽ നിങ്ങളുടെ പേരെഴുതിയത് ദൈവത്തിൻ്റെ പദ്ധതി നിമിത്തമാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായത് ദൈവത്തിൻ്റെ പദ്ധതി നിമിത്തമാണ്. ദൈവത്തിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച ആരെങ്കിലും വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? മിക്കവാറും എല്ലാവരും കൈ ഉയർത്തി. നിങ്ങൾ സൗഖ്യമായത് ഈ പദ്ധതി നിമിത്തമാണ്. നിങ്ങളുടെ ശാപങ്ങൾ തകർന്നത് ഈ പദ്ധതി നിമിത്തമാണ്. നിങ്ങളുടെ താഴ്ചകൾ ഉയർച്ചകളായത്, നിങ്ങളുടെ ഞെരുക്കങ്ങൾ വിശാലമായത്, നിങ്ങൾ നിത്യതയിൽ പോകുവാൻ കാത്തിരിക്കുന്നത്, എല്ലാം സംഭവിച്ചത് ഈ പദ്ധതി നിമിത്തമാണ്. രണ്ടാമത്തെ ദൂതായി നാം കേട്ടത് ദ സോങ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ പാട്ട് എന്ന സ്തോത്രം അതേ തലക്കെട്ടിൽ നിന്നായിരുന്നു. നാം രക്ഷിക്കപ്പെട്ട് ദൈവത്തിൻ്റെ മക്കളായി തീർന്നത് സ്തോത്രം അതേ ഈ പദ്ധതി നിമിത്തമാണ്. കാരണം ഇതൊരു പാട്ടാണ്. ഞാനത് വീണ്ടും പറയും, ഇതൊരു പാട്ടാണ്. സ്തോത്രം. നമ്പർ 3, ഇതൊരു സഫറിങ് സേവിയർ എന്ന തലക്കെട്ടിലാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. പക്ഷേ അവൻ തോറ്റ ദാസനല്ല, അവൻ ജയിച്ച ദാസനാണ്. സ്തോത്രം. നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ ദാസന്മാരാണ്, നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ ദാസ്യമാരാണ്. പക്ഷേ ഈ മിഷൻ ഫീൽഡിൽ ഇതൊരു യുദ്ധക്കളമായിരിക്കാം, ഇതൊരു പോരാട്ടമായിരിക്കാം. സ്തോത്രം. മറ്റ് ഭയങ്കരമായ വെല്ലുവിളികളും പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്കുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ക്യാപ്റ്റൻ ജയിച്ചവനായതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തോറ്റവരാകത്തില്ല, നിങ്ങൾ ജയിച്ചവർ തന്നെയായിരിക്കും. കാരണം ഈ ദാസനെക്കുറിച്ച് യെശയ്യാവ് ഇങ്ങനെ എഴുതി വരുമ്പോൾ അവൻ തോറ്റവനല്ല, അവൻ ദൈവകൃപയാൽ ജയിച്ചവനാണ്. അതുകൊണ്ട് ഒരു വിഷയത്തിൽ പോലും തലകുനിഞ്ഞ് ലൈഫിൽ നിന്ന് നിങ്ങൾ പോകത്തില്ല. നിങ്ങളെ കാത്തിരിക്കുന്ന, നിങ്ങളെ കരയിപ്പിക്കുന്ന, നിങ്ങളെ ചൊറിയുന്ന, നിങ്ങളെ വേദനിപ്പിക്കുന്ന സകല വിഷയങ്ങൾ തല ഉയർത്തി ജയിച്ചിട്ട് മാത്രമേ നിങ്ങൾ പോകത്തുള്ളൂ. സങ്കീർത്തക്കാരൻ പറയുന്നു, ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ളതായ ശത്രുക്കൾ മുമ്പിലെ തല ഉയർത്തുന്നവൻ. അതെ, ദൈവകൃപയാൽ നിങ്ങളുടെ തല ഉരുളും എന്നല്ല തിരുവചനം പറയുന്നത്, നിങ്ങളുടെ തല നിങ്ങൾ ഉയർത്തുക തന്നെ ചെയ്യും. കാരണം ഈ ദാസനെക്കുറിച്ച്, യേശുവിനെക്കുറിച്ച് യെശയ്യാ പറഞ്ഞപ്പോൾ അവൻ വിജയിച്ച ദാസൻ എന്നാണ് സ്തോത്രം പറഞ്ഞിരിക്കുന്നത്. നാലാമത്തെ ദൂതായി ഞാൻ നിങ്ങളോട് പറഞ്ഞത് വ്യസന പാത്രം. ഈസ് എ മാൻ ഓഫ് സോറോ. അവൻ വ്യസന പാത്രം ആയിത്തീർന്നു. വ്യസനിപ്പിക്കുന്ന വിഷയങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. യേശു പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക്
കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യേശു വ്യസന പാത്രമായി തീർന്നത് നിങ്ങൾ മാനപാത്രമാകുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ, യേശു വ്യസന പാത്രമായി തീരുന്നത് നിങ്ങൾ മാനപാത്രം ആയി തീരുവാൻ വേണ്ടി പോകുകയാണ്. ഞാൻ അഡ്വാൻസായി നിങ്ങൾ നോക്കി പറയുന്നു, ദൈവകൃപയാൽ നിങ്ങളുടെ മാന്യതയുടെ സീസൺ വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ മാനിക്കുന്ന ഒരു സീസണിലേക്കാണ് ദൈവകൃപയാൽ ദൈവം നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. അപമാനിക്കുന്ന ലോകത്തിൽ, അപമാനിക്കുന്ന മനുഷ്യരുടെ നടുവിൽ ദൈവം നിങ്ങളെ മാനിക്കുന്നു. 1 ശമൂവേൽ 2:30 എല്ലാവർക്കും കാണാതെ അറിയാം. 1 ശമൂവേൽ 2:30 പറഞ്ഞാട്ടെ, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. യേശുവിനെ മാനിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? സ്തോത്രം. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. സ്തോത്രം. വലത് കരങ്ങൾ ഉയർത്തി പറഞ്ഞ്, യേശുവിനെ ഞാൻ മാനിക്കുന്നത് കൊണ്ട് യേശു എന്നെ മാനിക്കും. സ്തോത്രം. സോ നമുക്ക് ആരംഭിക്കാം. സോ നോക്കിയേ, ഇന്ന് നാം ചിന്തിക്കുന്നതായ ഈ ദൂതിൻ്റെ തലക്കെട്ടതാണ് ദ സഫറിങ് സേവിയർ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇതൊരു സോങ് ആണ്, ഇതൊരു പാട്ടാണ്, ഇതൊരു ഗാനമാണ്. സ്തോത്രം. യെശയ്യാപ്രവചനം 52-ാം അധ്യായം 13 മുതൽ യെശയ്യാപ്രവചനം 53-ാം അധ്യായം 12 വരെയുള്ളതായ ഈ 15 വാക്യങ്ങൾ ഒരു ഗാനമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. എല്ലാ പ്രവാചകന്മാർ തന്നെ, സ്തോത്രം, മിക്കവാറും എല്ലാ പ്രവാചകന്മാർ തന്നെ വേദപുസ്തകത്തിൽ പാടുന്നവരും കൂടെ ആയിരുന്നു. ഒരിക്കൽ കൂടെ, പ്രവചനം പറയുന്നവർ മാത്രമല്ല, പ്രവചനം പാടുന്നവരും കൂടിയായിരുന്നു. ഈ തലമുറയിൽ, ഈ തലസ്ഥാന നഗരിയിൽ, ക്രൈസ്റ്റ് സെന്ററിൽ പ്രവചനം പറയുന്നവരും വേണം, പ്രവചനം പാടുന്നവരും വേണം. ചുമ്മാ ഇരിക്കല്ലേ, കേട്ടിരിക്കല്ലേ. കമാൺ, നമ്മുടെ ലൈഫാണ് എനിക്ക് പറയാനുള്ളത്. യേശുവിൻ നാമത്തിൽ സഹോദരനെ, സഹോദരിയെ, നിന്നെ കൊണ്ട് ദൈവം പ്രവചനം പറയിപ്പിക്കാൻ പോകുന്നു. നിന്നെക്കൊണ്ട് പരിശുദ്ധാത്മാവ്, കർത്താവ് പ്രവചനം പാടിപ്പിക്കാൻ വേണ്ടി പോകുന്നു. നിങ്ങളുടെ ശബ്ദം ദൈവശബ്ദമായി ജ്വലിക്കട്ടെ. നിങ്ങളുടെ ശബ്ദം ദൈവശബ്ദമായി വിളങ്ങുമാറാകട്ടെ. കാരണം വേദപുസ്തകത്തിൽ 200-ലധികം ഗാനങ്ങളാണ് ആവോളം നിങ്ങൾക്ക് കാണുവാൻ തക്കണം കഴിയുന്നത്. എല്ലാം പറവാൻ നേരമില്ല. വേദപുസ്തകത്തിൽ 200-ലധികം ഗാനങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. പ്രധാനമായി സ്തോത്രം, എല്ലാ പ്രവാചകന്മാരും കർത്താവിൻ്റെ സന്നിധിയിൽ സ്തോത്രം അവർ പാടുന്നവരായിരുന്നു. ഒന്നാമത്തെ പഴയ നിയമത്തിലെ വലിയ പ്രവാചകനായിരുന്നു സ്തോത്രം മോശ. 90-ാം സങ്കീർത്തനം, 91-ാം സങ്കീർത്തനം എന്നീ പ്രവചന ഗാനങ്ങൾ അല്ലെങ്കിൽ സങ്കീർത്തനങ്ങൾ അവൻ പാടുകയുണ്ടായി. ഇനി ചില അധ്യായങ്ങൾ, 90-ാം സങ്കീർത്തനം ഒരു അധ്യായമാണല്ലോ, 91-ാം സങ്കീർത്തനം ഒരു അധ്യായമാണല്ലോ. അധ്യായം മാത്രമല്ല പാട്ടായി നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. പകരം സ്തോത്രം, ചില പുസ്തകങ്ങളും നിങ്ങൾക്ക് ഗാനങ്ങളായി കാണുവാൻ കഴിയും. ചില അധ്യായങ്ങൾ മാത്രമല്ല വേദപുസ്തകത്തിൽ പാട്ടായി ഉള്ളത്, ചില പുസ്തകങ്ങളും പാട്ടായിട്ടുണ്ട്. ഈ ടെമ്പോയിലേ ഞാൻ പോകത്തുള്ളൂ. റെഡിയാണോ? ഓക്കെ. സന്തോഷമാണോ? ഉറങ്ങാൻ പറ്റിയ താളമാണ്? ഓക്കെ, കമാൻ. ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം, ചില പുസ്തകങ്ങൾ എന്തുകൊണ്ട്, ചില പുസ്തകങ്ങൾ വന്ന് ഗാനരൂപത്തിലുണ്ട്. ഒന്നാമത്തെ പുസ്തകം ഏതാണ്? പാട്ടിൻ്റെ പുസ്തകം എന്ന് പറയുമ്പോൾ 150 പാട്ടുള്ള ഒരു പുസ്തകം ഉണ്ടല്ലോ. 150 പാട്ടുള്ള ഒരു പുസ്തകം, സങ്കീർത്തനം. സ്തോത്രം. 150 പാട്ടുള്ളതായ പുസ്തകം. അറിഞ്ഞിട്ട് പോലും ചിലരൊന്നും മിണ്ടുന്നില്ല. സ്തോത്രം, 150 പാട്ടുള്ള സങ്കീർത്തനം. വീണ്ടും നിങ്ങൾക്ക് കാണാൻ കഴിയും സ്തോത്രം, സോങ്സ് ഓഫ് സോളമൻ, പാട്ടുകളുടെ പാട്ട് എന്നറിയപ്പെടുന്ന ആംഗലേയ സാഹിത്യത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചിട്ടുള്ള ഉത്തമഗീതം, ശലോമൻ എഴുതിയിരിക്കുന്നതായ ഉത്തമഗീതം, അത് മുഴുവൻ ഗാനങ്ങളാണ്. വീണ്ടും സ്തോത്രം, ലാമെന്റേഷൻസ് അഥവാ വിലാപങ്ങൾ, 5 അധ്യായങ്ങൾ എഴുതിയിരിക്കുന്ന ഇരമ്യാവിലൂടെ ദൈവം സംഭാവന ചെയ്തതായ വിലാപങ്ങൾ. സങ്കീർത്തനം ഒരു പാട്ടുപുസ്തകമാണ്. സോങ്സ് ഓഫ് സോളമൻ, ഉത്തമഗീതം ഒരു പാട്ടുപുസ്തകമാണ്. വിലാപങ്ങൾ അതുപോലെ പാട്ടുപുസ്തകമാണ്. സ്തോത്രം. ഹെബക്കുക്ക് എന്ന് പറയുന്ന ഒരു മൈനർ പ്രോഫറ്റ്സ് ഉണ്ട്. എന്തുകൊണ്ട് അവരെ മൈനർ പ്രോഫറ്റ്സ് എന്ന് പറയുന്നു? ചെറിയ പ്രവാചകന്മാർ എന്ന് പറയുന്നു. സ്തോത്രം. അവർ ചില അധ്യായങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. എന്നാൽ മേജർ പ്രോഫറ്റ്സായി, പ്രധാന പ്രവാചകന്മാരായി 3 പേരല്ല 4 പേരെ ഞാൻ പറയട്ടെ. സ്തോത്രം. ഒരിക്കൽ കൂടെ, 3 പേരല്ല 4 പേര്. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു. ഈ ഉപവാസ പ്രാർത്ഥനയിൽ പുരുഷനാകാൻ ശ്രമിക്കുന്നതുകൊണ്ട് അല്പം വ്യത്യാസം ഉണ്ടായിരിക്കും. സ്തോത്രം. നമ്മൾ വളരുകയാണ്. കേട്ടവർ ആമേൻ പറഞ്ഞ്. മേജറായിട്ടുള്ള 4 പ്രവാചകന്മാരെ ഏറ്റവും കുറഞ്ഞത് ബൈബിളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. 1 യെശയ്യാവ്, 2 പറഞ്ഞേ ഇരമ്യാവ്, 3 എസെക്കിയേൽ, 4 ദാനിയേൽ.
4 ദാനിയേലിനെ മൈനർ പ്രോഫറ്റ്സിൻ്റെ കൂട്ടത്തിൽ കൂട്ടുവാൻ സ്തോത്രം അതെ കഴിയത്തില്ലെന്നാണ് മിക്കവാറും പ്രവാചകന്മാർ പറയുന്നത്. ബിക്കോസ് മെശിഹായെക്കുറിച്ചുള്ള മേജർ ഈവൻസ് മിക്കവാറും ആര് പ്രവചിച്ചിരിക്കുന്നു? ദാനിയേൽ പ്രവചിച്ചിരിക്കുന്നത് കൊണ്ട് അദ്ദേഹം പ്രധാനപ്പെട്ട പ്രവാചകന്മാരുടെ ഗണത്തിൽ തന്നെ ദൈവകൃപയായിരിക്കുന്നു. ഓക്കെ, ആ 4 തൂണുകൾക്കായി സ്തോത്രം. എന്നാൽ മൈനർ പ്രോഫറ്റ്സ് എന്ന് പറയുന്ന പ്രവാചകനുണ്ട്. അതിൽ ഒരാളാണ് ഹെബക്കൂക്ക്. 3 അധ്യായങ്ങളെ എഴുതിയിട്ടുള്ളൂ. നമ്മൾ പാട്ടിനെ കുറിച്ചാണല്ലോ പറഞ്ഞു തുടങ്ങി. സ്തോത്രം. ഹെബക്കൂക്ക് 3 അധ്യായം എഴുതിയിട്ടുള്ളൂ. പക്ഷേ 2 അധ്യായം ഗദ്യമായി പ്രോസായി എഴുതിയിട്ട് 3-ാം അധ്യായം പദ്യമായി താൻ എഴുതുകയുണ്ടായി. സ്തോത്രം. മൂന്നാമത്തെ അധ്യായം താൻ അവസാനിച്ചപ്പോൾ പാടി അങ്ങ് അവസാനിച്ചു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പല തരത്തിലുള്ള പ്രോബ്ലംസ് പറഞ്ഞാണ് പുള്ളി ആരംഭിച്ചത്. പക്ഷേ അവസാനം വന്നപ്പോൾ അങ്ങ് തന്ത്രിനാദത്തോടെ പാടി അങ്ങ് തകർത്തു. നമ്മുടെ ജീവിതം അങ്ങനെയാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പല ഞെരുക്കങ്ങൾ, വെല്ലുവിളികൾ, പ്രശ്നങ്ങൾ, അതേ പ്രതിസന്ധികളൊക്കെ കണ്ടായിരിക്കാം തുടങ്ങുന്നത്. സ്തോത്രം. എന്നാൽ ആ പാട്ട് തുടങ്ങുമ്പോൾ വിഭ്രമരാഗത്തിലാണ് തുടങ്ങുന്നത്. ഹെബക്കൂക്ക് 3-ന്റെ തലക്കെട്ടാണ് ഞാൻ പറയുന്നത്. വിഭ്രമരാഗത്തിലാണ് തുടങ്ങുന്നത്. പക്ഷേ അതിൻ്റെ അവസാനം വരുമ്പോൾ തന്ത്രിനാദത്തോടെയാണ് അത് അവസാനിപ്പിക്കുന്നത്. എന്താ തന്ത്രിനാദം എന്ന് പറഞ്ഞാൽ? എന്തൊക്കെ ഓർക്കസ്ട്ര അന്നുണ്ടോ, എന്തൊക്കെ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് അന്നുണ്ടോ, എന്തൊക്കെ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടോ, അതിനെ മുഴുവൻ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ഫ്രണ്ട് ബാക്ക് എല്ലാറ്റിനെ ഗ്യാദർ ചെയ്ത് മുഴുവൻ വാദ്യത്തോടെ, ഫുൾ ഓർക്കസ്ട്രയോടെ പാടിയാണ് തൻ്റെ ജീവിതം താൻ അവസാനിപ്പിക്കുന്നത്. അർത്ഥം, നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും കുടുംബത്തിലും ഇത് സംഭവിക്കട്ടെ. ഞെരുക്കങ്ങൾ, വെല്ലുവിളികൾ, താഴ്വരകൾ, വേദനകൾ ഒക്കെ ഉണ്ടെങ്കിലും അവസാനം അങ്ങ് പാടി തകർത്തിട്ട് മാത്രമേ, ജയിച്ചിട്ട് മാത്രമേ, ആഘോഷിച്ച് മാത്രമേ നമുക്ക് പോകുവാൻ കഴിയത്തുള്ളൂ. സോ അങ്ങനെ യെശയ്യാവ് എന്ന പ്രവാചകനും പാടിയതായ പല പാട്ടുകൾ നിങ്ങൾക്ക് കാണുവാൻ തൊക്കെ കഴിയും. നിങ്ങളുടെ യെശയ്യാവ് പാടിയ പാട്ടുകളുണ്ടോ എന്ന് ചോദിച്ചാൽ 5-ാം അധ്യായം എൻ്റെ പ്രിയനെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് ഒരു പാട്ട് പാടും. 5-ാം അധ്യായത്തിൽ യെശയ്യാവ് പാടിയിരിക്കുകയാണ്. സ്തോത്രം. എന്നാൽ ആ മുന്തിരിത്തോട്ടത്തിൻ്റെ പാട്ട് മാത്രമാണോ യെശയ്യാവ് ഉള്ളത്? നോ. സ്തോത്രം. യെശയ്യാവ് പാടിയതായ സ്തോത്രം എ സെർവൻറ്റ് സോങ് അല്ലെങ്കിൽ ദാസനെ കുറിച്ചുള്ളതായ 4 പാട്ടുകൾ യെശയ്യാ പ്രവചനത്തിലുണ്ട്. സ്തോത്രം. ദാസനെക്കുറിച്ച്, യഹോവയുടെ ദാസനെക്കുറിച്ച്. എല്ലാവരും പറഞ്ഞാൽ യഹോവയുടെ ദാസൻ. ഒരിക്കൽ കൂടെ. യഹോവയുടെ ദാസൻ എന്ന് പറയുമ്പോൾ തിയോളജിയന്മാർ, വേദപുസ്തക പണ്ഡിതന്മാർ 2 കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങളുടെ മുഴുവൻ അറ്റൻഷൻ കിട്ടിയാൽ ഇത് പറ്റത്തുള്ളൂ. ഇത് വെള്ളച്ചാട്ടവും തീയും സുനാമിയും പറയാനല്ല ഞാൻ നിൽക്കുന്നത്. കേട്ടവർ ആമേൻ പറഞ്ഞേ. സ്തോത്രം. അപ്പോൾ നോക്ക്, യഹോവയുടെ ദാസൻ എന്നതിന് 2 പദപ്രയോഗമാണ്, 2 അർത്ഥങ്ങളാണുള്ളത്. നമ്പർ 1, മേ ബി ഇറ്റ്സ് എ നേഷൻ ഓഫ് ഇസ്രായേൽ, അല്ലെങ്കിൽ സ്തോത്രം ഇസ്രായേൽ എന്ന രാജ്യം, അല്ലെങ്കിൽ മെഷിഹ, അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ഉടമസ്ഥനാകുന്ന മെശിഹ. സോ ഈ കോണ്ടെക്സ്റ്റിൽ, ഈ ചിന്താഗതിയിൽ നമുക്ക് പറവാൻ കഴിയുന്നത് സ്തോത്രം യഹോവയുടെ ദാസൻ എന്ന പദത്തിൽ മെശിഹ യേശു കർത്താവിനെ കുറിച്ച് തന്നെയാണ്. ആമേൻ. സ്തോത്രം. മെശിഹ അല്ലെങ്കിൽ യഹോവയുടെ ദാസൻ. പറഞ്ഞാട്ടെ, എന്താണ് യഹോവയുടെ ദാസൻ? യഹോവയുടെ ദാസനെക്കുറിച്ച് യെശയ്യാവ് പ്രവചിക്കുക മാത്രമല്ല ചെയ്തത്. യഹോവയുടെ ദാസനെക്കുറിച്ച് 4 പാട്ടുകളാണ് സ്തോത്രം യെശയ്യാവ് പാടിയത്. യഹോവയുടെ ദാസനാകുന്ന മെശിഹായെക്കുറിച്ച് 4 പാട്ടുകളാണ് യെശയ്യാവ് പാടിയത്. സ്തോത്രം. എല്ലാവരും എഴുതുകയാണ്. നല്ല കാര്യം. ഇന്നും നാളെയൊക്കെ സ്തോത്രം ഒഴിഞ്ഞ നോട്ട്ബുക്കും നിറഞ്ഞ പേനയും തകർന്ന ഹൃദയവും ദാഹമുള്ള മനസ്സുമായി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നെങ്കിൽ കർത്താവ് ഗംഭീരമായി നിങ്ങളെ പണിയും. സോ യഹോവയുടെ ദാസനെ കുറിച്ച് 1-ാമത്തെ പാട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് എല്ലാ യെശയ്യാ പ്രവചനമാണ്. അതിൽ 42-ാം അധ്യായം ആദ്യത്തെ 9 വാക്യം. യെശയ്യാ പ്രവചനം 42, 1 മുതൽ 9 വരെ. 2-ാമത്തെ പാട്ട് യെശയ്യാ പ്രവചനം 49-ാം അധ്യായം 1 മുതൽ 13 വരെ. യെശയ്യാ പ്രവചനം 49, 1 മുതൽ 13 വരെ. 3-ാമത്തെ യഹോവയുടെ ദാസനെ കുറിച്ചുള്ള പാട്ട് 50-ാം അധ്യായം 4 മുതൽ 9 വരെ. സ്തോത്രം. 4-ാമത്തെ പാട്ട് നാം ചിന്തിച്ചു തുടങ്ങാൻ വേണ്ടി പോകുന്ന 53-ാം അധ്യായം മുഴുവനും. സ്തോത്രം. യെശയ്യാ പ്രവചനം 42, 49, 50, 53. സ്തോത്രം. അതെ, ഷീലാൻറ്റി ചോദിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ എനിക്ക് മനസ്സിൽ തോന്നുന്നുണ്ട്, ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കാം. സ്തോത്രം. ഷീലാൻറ്റി ഇങ്ങനെ പോയാൽ നമ്മൾ അടുത്ത ഉപവാസ പ്രാർത്ഥനയായാലും തീരത്തില്ല. യെശയ്യാ പ്രവചനം 42-ാം അധ്യായം 1 മുതൽ 9 വരെ. 49-ാം അധ്യായം 1 മുതൽ 13 വരെ. യെശയ്യാ പ്രവചനം 50-ാം അധ്യായം 4 മുതൽ 9 വരെ. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം. ഈ 4 ഭാഗങ്ങളിലും മെശിഹായെക്കുറിച്ച് ഗംഭീരമായി യെശയ്യാവ് പാടുകയാണ്. കേട്ടവർ ആമേൻ പറഞ്ഞേ.
ഇനി യെശയ്യാവിനെ കുറിച്ച് പറയട്ടെ. യെശയ്യാവ് ഒരു സാധാരണക്കാരനല്ല. ഒരിക്കലും ചിന്തിക്കല്ല സ്തോത്രം അതെ ജോലിയും തൊഴിലും ഒന്നും ഇല്ലാത്തവനാണ് സുവിശേഷ വേല ചെയ്യേണ്ടത്. നോ, ആ സീസൺ അവസാനിച്ചിരിക്കുന്നു. ഇന്ത്യയിൽ ആ സീസൺ അവസാനിച്ചിരിക്കുന്നു എന്ന താഴ്മയോടെ അറിയിക്കട്ടെ. എക്സിക്യൂട്ടീവ്സ് ആയിരിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ ദൈവവേല ചെയ്യാൻ വേണ്ടി പോകുന്നത്. ലോകത്തിനില്ലാത്ത വിദ്യാഭ്യാസം സുവിശേഷ വേലക്കാർക്ക് ഈ കാലത്തുണ്ടായിരിക്കും. ലോകത്തിനില്ലാത്ത വാക്ചാതുര്യം സ്തോത്രം അതേ ദൈവദാസന്മാർക്കുണ്ടായിരിക്കും. IAS-കാരാണോ, IPS-കാരാണോ, സ്തോത്രം IFS-കാരാണോ, അത് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണോ, ഡോക്ടേഴ്സ് ആണോ, IT പ്രൊഫഷണൽസ് ആയിരിക്കുമോ, അങ്ങനെയുള്ളതായ ഒന്നിനും കുറവില്ലാത്തവരായിരിക്കും ഈ അന്ത്യകാലത്ത് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ശോഭിപ്പാൻ വേണ്ടി പോകുന്നത്. കൈയടിക്കുന്നെങ്കിൽ നന്നായി കരങ്ങൾ അടിച്ചേ. കാര്യം യെശയ്യാവ് വളരെ വിദ്യാഭ്യാസമുള്ളതായ ഒരു മനുഷ്യനായിരുന്നു 2700 വർഷങ്ങൾക്ക് മുമ്പ്. മാത്രമല്ല ഹി വാസ് ഫ്രം ദ ട്രൈബ് ഓഫ് ജൂഡ. യഹൂദ ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു സ്തോത്രം യെശയ്യാവ്. യഹൂദ ഗോത്രത്തിൽപ്പെട്ട രാജകുടുംബത്തിൽപ്പെട്ടവനായിരുന്നു സ്തോത്രം യെശയ്യാവ്. അതുകൊണ്ടാണ് കൊട്ടാരത്തിന് വലിയ ആക്സസ് ഉള്ളത്. സ്തോത്രം നിങ്ങൾക്കറിയാം 38-ാം അധ്യായത്തിൽ ഹിസ്കിയാവ് മരിക്കത്തക്ക രോഗം ബാധിച്ച് കിടക്കുകയാണ്. ആ ഭാഗം നിങ്ങൾ വായിച്ചു വരുമ്പോൾ ഹലോ ഞാൻ ദൈവദാസൻ യെശയ്യാവ് 2 മിനിറ്റ് രാജാവിനെ കണ്ടോട്ടോ എന്ന് ചോദിച്ചിട്ടല്ല, അവൻ ഡയറക്റ്റായി കിങ്ങിൻ്റെ അടുക്കലേക്ക് രാജാവിൻ്റെ അടുക്കലേക്ക് നടന്ന് കയറി നീ കട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകത്തില്ല, നീ മരിച്ചു പോകും എന്ന് പറഞ്ഞിട്ട് തിരിച്ചിറങ്ങിയിട്ട് വീണ്ടും ദൈവം മുറ്റത്ത് വെച്ച് പറയുന്നു റിട്ടേൺ റിട്ടേൺ റിട്ടേൺ, തിരിച്ചു പോ 180 ഡിഗ്രി ടേൺ. വീണ്ടും തിരിച്ചു പോയി പറയുന്നു നോ, നിന്റെ ആയുസ്സിന് 15 സംവത്സരം ദീർഘമാക്കിയിരിക്കുന്നു. സോ ഏത് കൊട്ടാരത്തിലേക്കും കയറി പോകുവാൻ അവനൊരു ആക്സസ് ഉണ്ടായിരുന്നു. അവൻ റോയൽ ഫാമിലിയിൽപ്പെട്ടവനായിരുന്നു. അവന് വിദ്യാഭ്യാസത്തിന് കുറവില്ല, വലിയ വിദ്യാഭ്യാസമുള്ളവനായിരുന്നു. യഹൂദ ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു, റോയൽ ഫാമിലിയിൽപ്പെട്ടവനായിരുന്നു, ആക്സസ് ഉണ്ടായിരുന്നു. സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആർക്കോ ആക്സസ് ഉണ്ടാകാൻ പോകുന്നു. തുറക്കട്ടെ തുറക്കട്ടെ, എല്ലാം തുറന്നു വരട്ടെ, എല്ലാം തുറന്നു വരട്ടെ. സ്തോത്രം. അതായിരുന്നു അതെ ഈ യെശയ്യാവ്. സോ ആ യെശയ്യാവാണ് ഈ ദാസനെ കുറിച്ച് 2700 വർഷങ്ങൾക്ക് മുമ്പ് മെശിഹായെക്കുറിച്ച് ദൈവത്തിൻ്റെ കൃപയാൽ സ്തോത്രം പ്രവചിച്ചത്. യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിന് അതിൻ്റെ പ്രത്യേകത ഇറ്റ്സ് എ പ്രൊഫറ്റിക് സോങ്. ഞാൻ വീണ്ടും പറയട്ടെ, അതൊരു പ്രവചന ഗീതമാണ്. ഇത് 2 പ്രാവശ്യം സ്തോത്രം അതെ ഡബിൾ കൺഫർമേഷനാണ് ഈ പ്രവചനത്തിന് സംഭവിക്കുന്നത്. ഇതിന് ഇരട്ടി നിറവേറലായിരിക്കും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം ഇരട്ടി നിറവേറൽ. എന്തുകൊണ്ടാണ് ഡബിൾ കൺഫർമേഷൻ അല്ലെങ്കിൽ സ്തോത്രം അത് 2 പ്രാവശ്യമായിരിക്കും ഇതിൻ്റെ നിറവേറൽ ആയി കാണുവാൻ കഴിയുന്നത്. ഇരട്ടിപ്പാവും. സാധാരണ പ്രവചനം എന്ന് പറയുമ്പോൾ ഒരിക്കലേ നിറവേറത്തുള്ളൂ. കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കും, യെസ്, ഒരിക്കലേ നിറവേറത്തുള്ളൂ. അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല, അതിന് പിൻപ് ഉണ്ടായിട്ടില്ല. കന്യക ഗർഭിണിയായ ചരിത്രം അതിന് മുൻപുമില്ല, അതിന് പിൻപുമില്ല. യേശു കർത്താവിൽ മറിയൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഈ പ്രവചന ഭാഗം എന്ന് പറയുന്നത് ഇത് 2 പ്രാവശ്യമാണ് ഇത് നിറവേറുവാൻ വേണ്ടി പോകുന്നത്. നമ്പർ 1, ഒന്ന് നിറവേറി കഴിഞ്ഞു, മറ്റൊന്ന് നിറവേറാൻ പോകുന്നു. ഒന്ന് നിറവേറി കഴിഞ്ഞു, മറ്റൊന്ന് നിറവേറുവാൻ പോകുന്നു. മനസ്സിലാകുന്നവർ ആമേൻ പറഞ്ഞേ. ഒന്ന് നിറവേറി കഴിഞ്ഞു. എന്തുകൊണ്ടാണ് നിറവേറി കഴിഞ്ഞത്? 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു ആഴ്ചയിൽ ദൈവത്തിൻ്റെ പുത്രനാകുന്ന യേശു സ്തോത്രം കാൽവരി ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി തിരുവചന പ്രകാരം മരിച്ചു. തിരുവചന പ്രകാരം 1 കൊരിന്ത്യർ 15:3 എല്ലാ ദിവസങ്ങളും ഞാൻ ഒരുപക്ഷെ പറയുന്ന ഒരു സ്ക്രിപ്ചർ ആയിരിക്കും അത്. സ്തോത്രം തിരുവചന പ്രകാരം. ഏത് തിരുവചനം? 1 കൊരിന്ത്യർ 15 എഴുതിയിരിക്കുന്ന ആ തിരുവചനം ഏതാണ്? യെശയ്യാ പ്രവചനം 53 ഉൾപ്പെടെയുള്ളതായ പഴയ നിയമത്തിൽ പ്രവാചകന്മാർ പറയുന്നതായ തിരുവചനം. സോ 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിന്മേൽ എനിക്കും നിനക്കും വേണ്ടി മരിച്ചത് കൊണ്ട് ഇത് നിറവേറി കഴിഞ്ഞു. ഇത് നിറവേറി കഴിഞ്ഞു. നിന്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി യേശു കർത്താവ് മരിച്ചു. നിന്റെ ശാപത്തെ അവൻ ചുമന്നു, നിന്റെ രോഗങ്ങളെ അവൻ ചുമന്നു. ആൻഡ് സോ ഓൺ. ഇത് യേശു കർത്താവിലൂടെ നിറവേറി കഴിഞ്ഞു. കേട്ടവർ ആമേൻ പറഞ്ഞേ. ഇത് നിറവേറി കഴിഞ്ഞു. ശ്രദ്ധിക്കുക, കേട്ടിട്ടില്ലാത്ത പറയാം. ഇനി നിറവേറുവാൻ പോകുന്നു. ഇത് നിറവേറുവാൻ പോകുന്നു. എപ്പോഴാണ് ഇത് നിറവേറുവാൻ വേണ്ടി പോകുന്നത്? ശ്രദ്ധിക്കുക. മഹാപീഡയുടെ അവസാന ഘട്ടത്തിൽ സകല യഹൂദന്മാരും ഇത് ഒരുമിച്ച് നിന്ന് പാടുവാൻ വേണ്ടി പോകുകയാണ്.
എത്ര ദിവസങ്ങളാണോ ആഴ്ചകളാണോ മാസങ്ങളാണോ എനിക്കറിയത്തില്ല. സ്തോത്രം. സകല യഹൂദന്മാരും അന്ന് വിലപിച്ച് ഈ വേദഭാഗം പാടുവാൻ വേണ്ടി പോകുന്നു. കാരണം എന്താണെന്നറിയോ? സ്തോത്രം. യഹൂദന് ഇഷ്ടമില്ലാത്തതായ, കേൾക്കണം, യഹൂദന് ഇഷ്ടമില്ലാത്തതായ ഒരു വേദഭാഗമാണ് യെശയ്യാപ്രവചനം 53 അധ്യായം. യെശയ്യാപ്രവചനം 52 വരെ അവൻ വായിക്കും, 54 മുതലും അവൻ വായിക്കും. 53 അധ്യായം സ്തോത്രം അവർ വായിക്കത്തില്ല, മിക്കവാറും പേർ വായിക്കത്തില്ല. കാരണം യഹൂദന്മാരുടെ 2 സെക്ട്, 2 വിഭാഗങ്ങളെക്കുറിച്ച് പറയട്ടെ. നമ്മളെ കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റും എന്ന് പറയുന്ന പോലെ, ഓർത്തഡോക്സും ജേക്കബിറ്റ്സും എന്ന് പറയുന്നത് പോലെ, ബ്രദറനും പെൻഡക്കോസ്റ്റലും എന്ന് പറയുന്ന പോലെ യഹൂദന്മാരുടെ 2 സെക്ട് നിങ്ങൾക്ക് ഇന്നും കാണുവാൻ കഴിയും. ഒന്ന് അഷ്കനാസി, മറ്റൊന്ന് സഫാരി. സന്തോഷ് കുളങ്ങരയുടെ സഫാരി അല്ല ഞാൻ പറഞ്ഞത്, അഷ്കനാസി സഫാരി. സ്തോത്രം. 2 സെക്റ്റാണ്. അതിൽ അഷ്കനാസി എന്ന് പറയുന്ന വിഭാഗം യെശയ്യാപ്രവചനം 53 അധ്യായം വായിക്കത്തേയില്ല. സ്തോത്രം. ഈവൻ അവരുടെ ബൈബിളിൽ നിന്ന് അവർ യെശയ്യാപ്രവചനം 53 അധ്യായം അവർ മാറ്റിക്കളഞ്ഞു. യെശയ്യാപ്രവചനം 53 അധ്യായം അവർ മാറ്റിക്കളഞ്ഞു. കാരണം സ്തോത്രം, അവർ പറയും ഇത് സ്തോത്രം വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ ക്രിസ്ത്യാനികളാകും. പക്ഷേ യഹൂദന്മാരിൽ ക്രിസ്ത്യാനികൾ ഇല്ലയോ? ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. കാരണം ആര് വേലി കെട്ടിയാലും യേശുവിന് പരിധിയിടുവാൻ കഴിയത്തില്ല. സോ യഹൂദന്മാർ ദൈവത്തിൻ്റെ ജനമാണ്, അതേ ഗൗരവത്തോടെ ഞാൻ പറയട്ടെ. പക്ഷേ യഹൂദനാകട്ടെ ജാതികളാകട്ടെ, രക്ഷയ്ക്കായി ഒരൊറ്റ വഴിയേ ഉള്ളൂ, യേശു. നിന്റെ വീട്ടിൽ പോകാൻ പല വഴി കാണും, പക്ഷെ സ്വർഗത്തിൽ പോകാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, യേശു. നീ വിടുതൽ പ്രാപിപ്പാൻ ഒരു വഴിയാത്രേ ഉള്ളത്, യേശു. സോ യഹൂദന് റെസ്റ്റോറേഷൻ ഉണ്ട്. റീപ്ലേസ്മെന്റ് തിയോളജി തെറ്റാണ്. വാട്ട് യു മീൻ ബൈ റീപ്ലേസ്മെന്റ് തിയോളജി? റീപ്ലേസ്മെന്റ് തിയോളജി എന്ന് പറഞ്ഞാൽ സ്തോത്രം, അത് യഹൂദനെ ദൈവം മാറ്റിക്കളഞ്ഞു, യഹൂദനെ ദൈവം മറന്നു കളഞ്ഞു. നോ, ദൈവം മലയാളിയല്ല, ദൈവം ഇന്ത്യക്കാരനല്ല, ഇടയ്ക്കിടയ്ക്ക് ദൈവം മനസ്സ് മാറുന്നവനല്ല. ദൈവം മാറ്റമില്ലാത്തവനായതുകൊണ്ടാണ് നമ്മൾ അവനെ ദൈവമേ എന്ന് വിളിക്കുന്നത്. മനസ്സ് മാറുന്നവനാണെങ്കിൽ മനുഷ്യനായിരിക്കും, എന്നാൽ പർവ്വതങ്ങൾ മാറും, കുന്നുകൾ നീങ്ങും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല. തിരുവചനത്തിൽ കർത്താവ് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള, പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള, ഞാൻ അനന്യനാണ്, ഞാൻ ആകുന്നവൻ, ഞാൻ ആകുന്നു. ദൈവം അനന്യനാണ്. സോ വൺസ് ദൈവം നിന്നെ തിരഞ്ഞെടുത്താൽ കുറച്ച് കഴിയുമ്പോൾ ദൈവം മനസ്സ് മാറ്റുന്നില്ല. നീ പിന്മാറ്റത്തിൽ പോയാലും ദൈവം നിന്നെ തള്ളിക്കളയുന്നില്ല. നീ പാപം ചെയ്താലും നിന്റെ പ്രോഗ്രാം ദൈവം കീറിക്കളയുന്നില്ല. ദൈവത്തിന് പ്ലാൻ ബി ഇല്ല, ദൈവത്തിന് പ്ലാൻ എ ഉള്ളൂ. നീ എത്ര തർസീസ് കപ്പലിൽ കയറി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഓടിയാലും കാറ്റടിപ്പിച്ച് ആ കപ്പലിനെ തടഞ്ഞു നിർത്തി, മത്സ്യത്തെ കൽപ്പിച്ച് നിർത്തി, നിന്നെ മത്സ്യത്തെ കൊണ്ട് വിഴുങ്ങിപ്പിച്ച് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട കാര്യം കർത്താവ് നിന്നെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞേ, ദൈവത്തിൻ്റെ മനസ്സ് മാറുന്നില്ല. പറഞ്ഞേ, ദൈവത്തിൻ്റെ മനസ്സ്. അർത്ഥം, ദൈവം നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ടില്ല, ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല. നിങ്ങൾ സാധാ വിശ്വാസികളല്ല, നിങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതികളാണ്. ഒരിക്കൽ കൂടെ, നിങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതികളാണ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത വൻ കാര്യങ്ങൾ നിങ്ങളുടെ മക്കളിലൂടെ കർത്താവ് ഈ തലമുറയിൽ ദൈവകൃപകൾ ചെയ്യുവാൻ വേണ്ടി പോകുകയാണ്. സോ ഞാൻ പറഞ്ഞത് അഷ്കനാസി ആൻഡ് സഫാരി. അഷ്കനാസി എന്ന് പറയുന്നവർ യെശയ്യാപ്രവചനം 53 അധ്യായം അവർ ബൈബിളിൽ നിന്ന് തന്നെ അവർ മാറ്റിക്കളഞ്ഞു. ബിക്കോസ് അവർക്ക് സ്തോത്രം യേശു എന്ന് അവർക്ക് ഇഷ്ടമല്ല. ഈ വേദഭാഗം സ്തോത്രം അവർ മാറ്റിക്കളഞ്ഞു, അവർ വായിക്കത്തില്ല. സ്തോത്രം. പക്ഷേ ഈ അധ്യായം ഭയങ്കരമായിട്ട് അവർ വായിക്കുക മാത്രമല്ല, ധ്യാനിക്കുക മാത്രമല്ല, വിലപിച്ച് പാടുന്നതായൊരു സമയമാണ് മഹാപീഡയുടെ സമയം. അപ്പോഴേക്കും സഭ എടുത്തുകൊള്ളപ്പെട്ടു. ഇന്ന് യഹൂദനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് ആണ്, വീണ്ടും ജനനം പ്രാപിച്ചതായ ക്രിസ്ത്യാനികളാണ്. സ്തോത്രം. ഡൊണാൾഡ് ട്രംപിൻ്റെ കീഴിൽ അമേരിക്കയിലുള്ള ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളാണ് ഏറ്റവും കൂടുതൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സ്തോത്രം അത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ട്? കാരണം അവർക്ക് ഈ വിശുദ്ധ പുസ്തകം അറിയാം. സ്തോത്രം. 2 കൂട്ടരിലൂടെയാണ് ദൈവം ചലിക്കുന്നത്, ഒന്ന് സഭയിലൂടെ, മറ്റ് യഹൂദനിലൂടെ. പക്ഷേ ആ യഹൂദൻ യേശുവിനെ സ്തോത്രം സ്വീകരിച്ചിട്ടില്ല, ഭൂരിപക്ഷ യഹൂദന്മാർ. എന്നാൽ അതിൽ നല്ലൊരു കൂട്ടർ ഇന്നും സ്തോത്രം ക്രിസ്ത്യാനികളാണ് ആയിക്കൊണ്ടിരിക്കുന്നു. അവർക്കറിയാം സ്തോത്രം ആൻഡ് സോ ഓൺ. പക്ഷേ ഇവർ അന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതിയുടെ മേലും വരട്ടെ എന്ന് പറഞ്ഞില്ലേ? അവനെ തള്ളിക്കളഞ്ഞില്ലേ? സ്തോത്രം. അതെ, അവൻ്റെ മേൽ ദേഷ്യമില്ലേ?
യെസ്, അവന് മേൽ അന്ന് ദേഷ്യമുള്ളതായ, അന്ന് അവനെ തള്ളിക്കളഞ്ഞതായ ഒരു ജനതയാണ് യഹൂദന്മാർ. മാത്രമല്ല മിഡിൽ ഏജിൽ, മധ്യകാലഘട്ടത്തിൽ, അതായത് AD 1000 ഏകദേശം ഇന്നേക്ക് 1025 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന റബിമാർ യേശു കർത്താവിന് എതിരെ അതിരൂക്ഷമായ ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ ഗുണം കഴിയും. പക്ഷെ ഞാൻ പറയട്ടെ, അവരും രക്ഷ പ്രാപിക്കണമെങ്കിൽ, അവരും ദൈവസന്നിധിയിലേക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ യേശു അല്ലാതെ വേറൊരു നാമമില്ല. നിങ്ങളെ രക്ഷ പ്രാപിക്കണമെങ്കിൽ വെട്ടുകാടോ വേളാങ്കണ്ണിയോ സെബദ്യാനോസോ അമ്മ മറിയോ പരിപാടി നടക്കത്തില്ല. സ്തോത്രം. ആകാശത്തിന് കീഴെ ഭൂമിക്ക് മേലെ ഒരൊറ്റ നാമമേ ഉള്ളൂ, നസ്രേന യേശുവിൻ്റെ നാമം. കാരണം യേശുവാണ് പാപികളെ തേടി ഈ ലോകത്തിൽ വന്നത്, യേശുവാണ് പാപമില്ലാതെ ജീവിച്ചത്, യേശുവാണ് പാപികൾക്ക് വേണ്ടി മരിച്ചത്, യേശു കർത്താവാണ് പാപികൾക്ക് വേണ്ടി അടക്കം ചെയ്യപ്പെട്ടത്, യേശുവാണ് ഉയർത്തെഴുന്നേറ്റത്, യേശുവാണ് ജീവിക്കുന്നത്, യേശുവാണ് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നത്, യേശുവാണ് നമ്മെ ചേർപ്പാൻ വേഗം വരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവാണ് രക്ഷകൻ. സ്തോത്രം. എന്നാൽ സഭ എടുത്തുകൊള്ളപ്പെട്ട ശേഷം എതിർ ക്രിസ്തുവിൻ്റെ കാലയളവിൽ 7 വർഷം മഹാപീഡ ഉണ്ടായിരിക്കും. നിങ്ങൾക്കറിയാം, 7 വർഷം മഹാപീഡ ഉണ്ടായിരിക്കും. ആദ്യത്തെ 3.5 വർഷം നോർമലി ഒരു പക്ഷേ പോകുമായിരിക്കും. പക്ഷേ രണ്ടാമത്തെ പീഡകാലം, സ്തോത്രം, മഹാപീഡ കാലഘട്ടമാണ്. യിരെമ്യാവ് അതിനെക്കുറിച്ച് പ്രവചിച്ചു പറഞ്ഞിരിക്കുന്നു. യിരെമ്യാ പ്രവചനം 30-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ ജേക്കബ് ട്രബിൾ, യാക്കോബിൻ്റെ കഷ്ടകാലം എന്ന് എഴുതിയിരിക്കുന്നു. സ്തോത്രം. യാക്കോബിൻ്റെ കഷ്ടകാലം തന്നെ. യിരെമ്യാ 30:7 നോക്കിയേ. ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്നു കഷ്ടം, അത് യാക്കോബിന് കഷ്ടകാലം തന്നെ. സ്തോത്രം. യാക്കോബിന് ഒരു കഷ്ടകാലം വരാൻ വേണ്ടി പോകുന്നു. എന്നാൽ സഭയെ നോക്കി ഞാൻ പറയട്ടെ, യേശു ഉള്ളവരെ നോക്കി പറയുന്നു, നിന്റെ കഷ്ടകാലം കഴിഞ്ഞിരിക്കുന്നു. ബ്യൂട്ടി. യേശുള്ള നിനക്ക്, സ്തോത്രം, നിന്റെ കഷ്ടകാലം കഴിഞ്ഞിരിക്കുന്നു. ഇനി പൊട്ടിച്ചിരിക്കുന്ന കാലങ്ങളായിരിക്കും നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത്. കാരണം കർത്താവ് നിന്റെ കൂടെയുണ്ട്, അവൻ നിന്റെ മുൻപിലുണ്ട്, അവൻ നിന്റെ കൈ പിടിച്ചിരിക്കുന്നു. കേട്ടവർ ആമേൻ പറഞ്ഞേ. ജാതകം പറയുന്നതല്ല, സ്തോത്രം, മറ്റാരെങ്കിലും പറയുന്നതല്ല, കൈനോട്ടക്കാരൻ പറയുന്നതല്ല, തലയിലെ രോമങ്ങളിൽ എണ്ണി എഴുതിയിരിക്കുന്ന കർത്താവ് പറയുന്നു, നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും സകലതും നന്മയ്ക്കായി, സകലതും നന്മയ്ക്കായി, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എന്നാൽ എല്ലാ കഷ്ടതയും ജീവിതത്തിൽ വരുന്നത് ദൈവത്തിങ്കിലേക്ക് തിരികേണ്ടതിന് വേണ്ടിയാണ്. ഒരിക്കൽ കൂടെ എല്ലാ കഷ്ടതയും ദൈവമക്കളുടെ ജീവിതത്തിൽ വരുന്നത് ദൈവത്തിങ്കിലേക്ക് തിരിയേണ്ടതിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ്, സ്തോത്രം, സങ്കീർത്തനക്കാരൻ പറയുന്നത്, കഷ്ടത വന്നത് എനിക്ക് ഉപകാരമായി, കാരണം നിന്റെ വഴിയിൽ നടക്കാൻ ഞാൻ പഠിച്ചു. സ്തോത്രം. എൻ്റെ നല്ല കാലത്ത് ഒന്നും ഇല്ലാതിരുന്നപ്പോഴല്ല, കഷ്ടതകൾ എനിക്കൊരു വോളണ്ടിയർ പോലെയാണ്. ഈ ഹാളിനകത്ത് ഏതെങ്കിലും അഷേഴ്സ് വോളണ്ടിയേഴ്സ് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോയി ഇരിക്കെന്ന് പറഞ്ഞ് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് പോലെ എൻ്റെ കർത്താവിൻ്റെ അടുക്കളയ്ക്ക് എന്നെ കൊണ്ടുപോകുന്നത് പലപ്പോഴും എൻ്റെ കഷ്ടതകളാണ്. അങ്ങനെ മഹാപീഡകാലത്ത് അതൊരു മഹാപീഡ തന്നെയാണ്. മഹാപീഡകാലത്ത് 2/3 യഹൂദന്മാർ ലോകത്തിൽ എല്ലായിടത്തും കൊല്ലപ്പെടും. 1/3 യഹൂദന്മാരാണ് ഹിറ്റ്ലറിൻ്റെ കാലത്ത് കൊല്ലപ്പെട്ടത്. 60 ലക്ഷം യഹൂദന്മാർ 2ാം ലോക മഹായുദ്ധ കാലത്ത് കൊല്ലപ്പെട്ടു. 1/3 യഹൂദന്മാർ കൊല്ലപ്പെട്ടു. അതിൻ്റെ ഇരട്ടി സംഖ്യയിലല്ല, സ്തോത്രം, പെർസെൻറ്റേജിൽ 66% ആൻഡ് പ്ലസ്, സ്തോത്രം, 66%-ലധികം 2/3 യഹൂദന്മാർ അന്ന് കൊല്ലപ്പെടും. സ്തോത്രം. അന്ന് കൊല്ലപ്പെടുന്നതായ സമയത്ത് അത് യെരുശലേമിനും അതിൻ്റെ ചുറ്റുപാടുമുള്ളതായ യഹൂദന്മാർ പെട്രയിലേക്ക്, യാക്കോബിൻ്റെ സഹോദരനാകുന്ന യേശാവിൻ്റെ ഹബ്ബാകുന്നതായ പെട്ര, ഇന്ന് ആ പെട്ര എന്നറിയപ്പെടുന്നതായ പ്രദേശം യോർദാനിലാണ്, അവിടേക്ക് അവർ ഓടിപ്പോകും. അന്ന് അവർ പാടുന്നതായ വിലാപഗാനമായിരിക്കും യെശയ്യാ പ്രവചനം 53. അത് പാടുവാൻ പോകുന്നു. അതുകൊണ്ടാണ് അത് സെക്കൻഡ് കൺഫർമേഷൻ, ഡബിൾ കൺഫർമേഷൻ എന്ന് പറയുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശുമേൽ അത് നിറവേറുകയുണ്ടായി. ഇനി, സ്തോത്രം, 10,000-കണക്കിന് യഹൂദന്മാർ എഴുന്നേറ്റ് അതേ യേശു കർത്താവിൻ്റെ മുൻപിൽ മാനസാന്തരപ്പെട്ട് ശക്തമായി, സ്തോത്രം, യെശയ്യാ പ്രവചനം 53-ാം അധ്യായം അതേ പാടുവാൻ വേണ്ടി പോകുന്നു. ആ പാട്ടിൻ്റെ റിസൾട്ടായിട്ടാണ് കർത്താവ്, സ്തോത്രം, മഹത്വ പ്രത്യക്ഷതയായി ഏത് കണ്ണും കാണുവാൻ ഇറങ്ങി വരുന്നത്. യെസ്, ഹല്ലേലൂയ.
സ്തോത്രം. സോ മറ്റ് ഏതൊരു ഗാനത്തെക്കാളും മറ്റ് ഏതൊരു വേദഭാഗത്തെക്കാളും യഹൂദ ജാതി അവർ ഉച്ചസ്വരത്തിൽ പാടുവാൻ പോകുന്നതായ ഒരു വേദഭാഗമാണ് യെശയ്യാപ്രവചനം 53 അധ്യായം. ചില വേദഭാഗങ്ങൾ വളരെ പ്രധാനമാണ്. മനസ്സിലായ രാമേൻ പറഞ്ഞേ? ചില വേദഭാഗങ്ങൾ മറ്റുള്ളതിനേക്കാൾ ഏറ്റവും പ്രധാനമെന്നതുപോലെ യെശയ്യാപ്രവചനം 53 അധ്യായം സ്തോത്രം അത് വളരെ പ്രധാനമാണ്. അത് ഡബിൾ കൺഫർമേഷനാണ്. ഒന്ന് ക്രൂശിന്മേൽ അത് 2000 വർഷങ്ങൾക്ക് നടന്ന് കഴിഞ്ഞു. ഇനി അത് നിറവേറുവാൻ വേണ്ടി പോകുന്നു. സ്തോത്രം. ലക്ഷക്കണക്കിന് യഹൂദന്മാർ അത് എഴുന്നേറ്റ് നിന്ന് അവർ പാടുവാൻ വേണ്ടി പോകുന്നു. ജീവിതം എന്ന് പറയുന്നത് ഒരു പാട്ടാണ്. സ്തോത്രം. കാരണം നമ്മൾ ആരാധിപ്പാനായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. സ്തോത്രം. ആരാധനയുടെ ഒരു ഭാഗം തന്നെ പാട്ടാണ്. ഹല്ലേലൂയ. സോ പല പാട്ടുകൾ ഞാൻ പറയട്ടെ. സ്തോത്രം. ഇൻ്റർനെറ്റിൽ ഇത് കിട്ടത്തില്ല. എൻ്റെ ബുദ്ധിയിൽ നിന്ന് ഞാൻ സ്വീത്യമായിട്ട് ഇന്നലെ എഴുതുകയായിരുന്നു. ചില ഗാനങ്ങൾ വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് കാണുവാൻ തൊക്കെ കഴിയും. നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ ധ്യാനിക്കുന്നെങ്കിൽ, നിങ്ങൾ പഠിക്കുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. പല ഗാനങ്ങൾ നമുക്ക് സ്തോത്രം ബൈബിളിൽ കാണുവാൻ തൊക്കെ കഴിയും. സ്തോത്രം. യെശയ്യാപ്രവചനം 53 അധ്യായം ഒരു ഗാനമായതുകൊണ്ട് എന്തൊക്കെ ഗാനങ്ങളാണ് വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്? സ്തോത്രം. ചിലത് പറയട്ടെ. പ്രൈസ് സോങ്, സ്തുതി ഗാനങ്ങൾ നിങ്ങൾക്ക് ബൈബിളിൽ കാണുവാൻ കഴിയും. സ്തുതി ഗാനങ്ങൾ. സ്തുതിയോടെയാണ് അവൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുന്നത്. അവൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുന്നത് സ്തുതിയോടെയാണ്. അതുകൊണ്ട് ഒന്നാമത് സ്തുതി ഗാനങ്ങൾ. നമ്പർ 2 ജ്ഞാനഗാനങ്ങൾ, വിസ്ഡം സോങ്. ജ്ഞാനഗാനങ്ങൾ. എല്ലാവരും പറഞ്ഞാട്ടെ ജ്ഞാനം. യെസ്, ജ്ഞാനം നമുക്ക് ഏവർക്കും ആവശ്യമല്ല, അത്യാവശ്യമായിരിക്കുന്ന കാര്യമാണ് ജ്ഞാനം. വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് ജ്ഞാനം ഉണ്ടാകണമെന്നില്ല. കമാൺ. ഒരിക്കൽ കൂടെ. വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് ജ്ഞാനം ഉണ്ടാകണമെന്നില്ല. ഇന്ന് ഈ ഹാളിൽ ആയിരിക്കുന്നവർക്ക് സ്കൂളിൽ നിന്നും യൂണിവേഴ്സിറ്റിയിൽ നിന്നും കിട്ടാത്ത ജ്ഞാനം സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൽ നിന്ന് സിദ്ധിക്കപ്പെടുമാറാകട്ടെ. യെസ്, ജ്ഞാനഗാനങ്ങൾ. കേട്ടവർ ആമേൻ പറഞ്ഞേ? നമ്മൾ ബുദ്ധിഹീനർ ഇല്ല, നമ്മൾ മണ്ടന്മാരില്ല. സ്തോത്രം. നമ്മൾ ജ്ഞാനമുള്ളവർ മാത്രമേ ഉള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ നോക്കി എല്ലാവരും പറവാൻ വേണ്ടി പോകാം. നീ മാറിപ്പോയല്ലോ. അപ്പോൾ പറയണം, ഞാൻ മാറിയതല്ല, ഞാൻ ഒരുവനുമായി കണക്ട് ചെയ്തപ്പോൾ അവൻ എന്നെ മാറ്റിയതാണ്. കാരണം സർവജ്ഞാനിയുമായി നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജ്ഞാനമുണ്ടായിരിക്കും. രണ്ടാമത്തെ ഗാനമാണ് സ്തോത്രം, സോങ് ഓഫ് വിസ്ഡം. മൂന്നാമത്തെ സോങ്ങാണ് സ്തോത്രം, സോങ് ഓഫ് വിക്ടറി, ജയഗീതം. ജയഗീതം. ഹല്ലേലൂയ. ജയഗീതം. ഈ ദിവസങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും യുദ്ധങ്ങളിലൂടെ പോകുന്നു എങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രവചിച്ച് പറയട്ടെ, നിങ്ങളുടെ താളം മാറാൻ പോകുന്നു, നിങ്ങളുടെ രാഗം മാറാൻ പോകുന്നു. ഒരു ജയഗീതം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ നൽകാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിങ്ങളെ കൊണ്ട് സ്തോത്രം വിലാപഗാനം പാടിപ്പിക്കുമെന്ന് വെല്ലുവിളിക്കുന്ന ശക്തികളുടെ നടുവിൽ യേശുവിൻ്റെ നാമത്തിൽ പുതിയൊരു ജയഗീതം കർത്താവ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നു. യെസ്, ഹല്ലേലൂയ. നാലാമത്തെ സോങ് സ്തോത്രം, വിലാപഗീതം. 5 അധ്യായങ്ങൾ വിലാപങ്ങളുണ്ടെന്ന് ഞാൻ പറയുകയുണ്ടായി. വിലാപഗീതം. ദാവീദ് സ്തോത്രം വിലാപഗീതം പാടി. ഓർമ്മയുണ്ടോ? ദാവീദ് വിലാപഗീതം പാടിയത് എപ്പോഴാണ്? ശൗൽ മരിച്ചുപോയി, യോനാഥാൻ മരിച്ചുപോയി എന്ന് അറിഞ്ഞപ്പോൾ സ്തോത്രം ദാവീദ് വിലാപഗീതം പാടുകയുണ്ടായി. നിങ്ങൾക്കറിയാം, വർഷങ്ങൾ തന്നെ കൊല്ലാൻ വേണ്ടി ഓടി നടന്നവനായിരുന്നു ശൗല്. തന്നെ നശിപ്പിക്കാൻ വേണ്ടി അങ്ങേയറ്റം ശ്രമിച്ചവനായിരുന്നു ശൗല്. സ്തോത്രം. എന്നാൽ ശൗൽ മരിച്ചു എന്നറിഞ്ഞപ്പോൾ ദാവീദ് പാടിയത്, നീങ്ങിപ്പോ എൻ്റെ ഭാരങ്ങൾ എന്നല്ല അമ്മച്ചി പാടിയത്. അങ്ങനെയല്ല പാടിയത്. അതല്ല ദാവീദ് പാടിയത്. തന്നെ കൊല്ലാൻ നടന്നതായ ശൗല് സ്തോത്രം മരിച്ചുപോയി എന്നറിഞ്ഞപ്പോൾ അതേ സ്തോത്രം അതേ ദാവീദ് പാടിയത് സ്തോത്രം അതേ ഒരു വിലാപഗീതമായിരുന്നു. അർത്ഥം, കയ്പില്ലാത്ത ഹൃദയമായിരുന്നു ദാവീദിൻ്റെ ഹൃദയം. പകയില്ലാത്ത ഹൃദയമായിരുന്നു ദാവീദിൻ്റെ ഹൃദയം. ദൂത് ഇതാണ്. കയ്പില്ലാത്ത ഹൃദയമായി നീ ജീവിക്കുന്നെങ്കിൽ നിന്റെ സ്ഥാനം ടെമ്പററി അല്ല, നിന്റെ സീറ്റ് പെർമനന്റ് ആയിരിക്കും. കസേരയുടെ അടിയിലെ ബുഷ് നോക്കിയിട്ടല്ല ദൈവം അതിനെ ഉറപ്പിക്കുന്നത്, നിന്റെ ഹൃദയത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് നോക്കിയിട്ടാണ്. യെസ്, നമ്മുടെ ഹൃദയം നോക്കിയിട്ടാണ് ദൈവം ഉറപ്പിക്കുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ദാവീദിന്റെ സിംഹാസനം അത് സ്തോത്രം താൽക്കാലികമല്ല, അത് ജനറേഷനിലാണ്. മെസ്സിഹ വന്ന് ഇരിക്കാൻ വേണ്ടി പോകുന്നത്. എത്ര വർഷമായി? ആൾമോസ്റ്റ് 2000 ക്ലോസ് ടു 3000 ഇയേഴ്സ്. 3000-ഓളം വർഷമായി മെസ്സിഹ വന്ന് ഇരിക്കാൻ വേണ്ടി പോകുന്നത്. 3000 വർഷം പഴക്കമുള്ളതായ ആ സീറ്റാണ്. സ്തോത്രം. അർത്ഥം പെർമനന്റ് ആണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. എല്ലാ ടെമ്പററിയെ ക്യാൻസൽ ചെയ്യുന്നു. സകലതിനെ കർത്താവ് ഈ ദിവസങ്ങൾ പെർമനന്റ് ആക്കട്ടെ.
യെസ്, യെസ്. ദൈവം തന്നാൽ ടെമ്പററി അല്ല, ദൈവം തന്നാൽ സ്തോത്രം അത് പെർമനന്റ് ആയിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ദാവീദ് പാടിയത് യോനാഥാനെ കുറിച്ച്, ശൗലിനെ കുറിച്ച് സോങ് ഓഫ് ലാമെന്റേഷൻ, വിലാപഗാനമാണ് പാടിയത്. സ്തോത്രം. അതെ, സോങ് ഓഫ് കൊറോണേഷൻ, കൊറോണേഷൻ, സ്ഥാനോരോഹണത്തിൻ്റെ പാട്ടുകളുണ്ട്. സ്ഥാനോരോഹണത്തിൻ്റെ പാട്ടുകൾ രാജാക്കന്മാരെ സ്തോത്രം വാഴിക്കുന്നതായ സമയത്ത് ക്രൗൺ ഹിം മോർ ആൻഡ് മോർ, അങ്ങനെയുള്ള ഒരു പാട്ടുണ്ട്. സ്തോത്രം. രാജാക്കന്മാർ വാഴിക്കുമ്പോൾ ദാവീദിനെ, പിന്നെ ശലോമോനെ, പിന്നെ അതിനുശേഷം സ്തോത്രം ഓരോ രാജാക്കന്മാരെ, അത് യഹൂദയിലാകട്ടെ ഇസ്രായേലാകട്ടെ, സ്തോത്രം അവിടെ രാജാക്കന്മാരെ വാഴിക്കുമ്പോൾ പാടിയ പാട്ടുകളുണ്ട്. കേട്ടോ? ആമേൻ പറഞ്ഞേ. സ്പിരിച്വൽ സോങ്, എഫെസ്യ ലേഖനം 5:18 നിങ്ങൾക്ക് കാണുവാൻ കഴിയും. സങ്കീർത്തനങ്ങളാൽ, സ്തുതികളാൽ, ആത്മീയ ഗീതങ്ങളാൽ, സ്പിരിച്വൽ സോങ്, ആത്മീയ ഗീതങ്ങൾ, സ്പിരിച്വൽ സോങ് ഉണ്ട്. പല സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ അത് പ്രേയർ സോങ് ആണ്, അത് പ്രാർത്ഥനാ ഗീതങ്ങളുണ്ട്. സ്തോത്രം. പ്രാർത്ഥനാ ഗീതങ്ങൾ, പ്രാർത്ഥനാ ഗീതങ്ങൾ. കേട്ടവർ പറഞ്ഞേ, പ്രാർത്ഥനാ ഗീതങ്ങൾ, പ്രാർത്ഥനാ ഗീതങ്ങൾ. 9ാമത്തെ ഗാനമായി എനിക്ക് പറയാനുള്ളത് ഡെലിവറൻസ് സോങ്, വിടുതലിൻ്റെ പാട്ടുകൾ, വിടുതലിൻ്റെ പാട്ടുകൾ. യേശുവിൻ്റെ നാമത്തിൽ എന്നും കെട്ടുകളല്ല, എന്നും ഫറവോനല്ല, എന്നും ഈജിപ്റ്റല്ല, എന്നും ചങ്ങലയല്ല, എന്നും ബന്ധനമല്ല. എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു. ഇപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടല്ല, ഇപ്പോൾ ഞാൻ അവരെ വിടിവിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ആ വിടുതൽ പ്രാപിച്ച് ചെങ്കടൽ വിഭാഗിക്കപ്പെട്ട് മുന്നിലേക്ക് പോയപ്പോൾ മിരിയാം തപ്പെടുത്ത് അതെ പാടിയത് വിടുതലിൻ്റെ പാട്ടായിരുന്നു. കാത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സന്താനത്ത് ഒരു വിടുതലിൻ്റെ പാട്ട് പാടേണ്ട അവസരം വളരെ വേഗം ദൈവം നൽകുകയാണ്. വിടുതലിൻ്റെ പാട്ട്. ഹല്ലേലൂയ. 10 അവസാനമായി ഞാൻ പറഞ്ഞു നിർത്തട്ടെ. പ്രൊഫറ്റിക് സോങ്, പ്രവചന ഗീതങ്ങൾ, പ്രവചന ഗീതങ്ങൾ. സ്തോത്രം. അതെ, സ്തുതി ഗീതങ്ങളുണ്ട്, ജ്ഞാനത്തിൻ്റെ പാട്ടുകളുണ്ട്, പിന്നെ ജയത്തിൻ്റെ പാട്ടുണ്ട്, വിലാപഗാനങ്ങളുണ്ട്, സ്ഥാനാരോഹണത്തിൻ്റെ പാട്ടുണ്ട്, ആത്മീയ ഗീതങ്ങളുണ്ട്, സ്നേഹത്തിൻ്റെ പാട്ട്. ഒരു പാട്ട് ഞാൻ പറയാൻ വിട്ടു, ഐ എം സോറി. സ്നേഹത്തിൻ്റെ പാട്ട്, സോങ് ഓഫ് സോളമൻ, സ്നേഹത്തിൻ്റെ പാട്ട്, സ്നേഹത്തിൻ്റെ പാട്ട്, സ്നേഹത്തിൻ്റെ പാട്ട്. എല്ലാവരും പറഞ്ഞാട്ടെ, സ്നേഹത്തിൻ്റെ പാട്ട്. അതിലൊരു സ്നേഹമില്ലല്ലോ. ഒരിക്കൽ കൂടെ പറഞ്ഞേ, സ്നേഹത്തിൻ്റെ പാട്ട്, സ്നേഹത്തിൻ്റെ പാട്ട്. പിന്നെ പ്രാർത്ഥന ഗാനങ്ങൾ, പ്രാർത്ഥനാ ഗാനങ്ങൾ, വിടുതലിൻ്റെ ഗാനങ്ങൾ. സ്തോത്രം. അതെ, സോങ് ഓഫ് ഡെലിവറൻസ്. 10ാമതായി പ്രൊഫറ്റിക് സോങ്, പ്രവചന ഗീതങ്ങൾ. ഞാൻ വീണ്ടും എൻകറേജ് ചെയ്ത് പറയുന്നു, നിങ്ങളെല്ലാവരും പ്രവചിക്കണം. 1 കൊരിന്ത്യർ 14 പൗലോസ് പറയുന്നു, വിശേഷാൽ നിങ്ങളെല്ലാവരും പ്രവചിക്കണം. പക്ഷേ പ്രവചന വരത്തിൻ്റെ പീക്കിൽ നിങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ പ്രവചന വരത്തിൻ്റെ സ്തോത്രം നന്മയിൽ തന്മയിൽ നിങ്ങൾ എത്തുമ്പോൾ നിശ്ചയമായി പ്രവചനം പറയുന്നവർ മാത്രമല്ല, പ്രവചനം നിങ്ങൾ പാടുന്നവരുമായിരിക്കും. കാരണം പഴയ നിയമത്തിൽ പ്രവാചകന്മാർ അവർ പാടി. യെശയ്യാ പ്രവചനം സ്തോത്രം 53-ാം അധ്യായം എന്ന് പറയുന്നത് അതൊരു സ്തോത്രം പ്രവചന ഗീതമാണ്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്താണ്? അതൊരു പ്രവചന ഗീതമാണ്. സ്തോത്രം. മോശ പ്രവചന ഗീതം പാടി, മിരിയാം പ്രവചന ഗീതം പാടി. ഞാൻ പറഞ്ഞു, മിരിയാം പ്രവചന ഗീതം പാടി. സ്തോത്രം. ഇസ്രായേല് മരുഭൂമിയിൽ പ്രവചന ഗീതം പാടി. ഇസ്രായേൽ മരുഭൂമിയിൽ പ്രവചന ഗീതം പാടി. 2 ആഴ്ച മുമ്പ് ഒരു മോർണിംഗ് പ്രെയർ സെഷൻ നമ്മൾ ഒരുമിച്ച് ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. കിണറേ പൊങ്ങിവാ, കിണറേ പൊങ്ങിവാ, കിണറേ പൊങ്ങിവാ. ക്രൈസ്റ്റ് സെൻ്റർ അത് ലിറ്ററലി ദൈവകൃപയാൽ അനുഭവിക്കുകയുണ്ടായി. ലിറ്ററലി അത് അനുഭവിക്കുകയുണ്ടായി. യേശുവിൻ്റെ നാമത്തിൽ എന്തൊക്കെയാണോ നിങ്ങളുടെ മുൻപിൽ സംഭവിക്കേണ്ടത്, വചനത്തിൽ നിന്ന് ഏതെങ്കിലും ഭാഗങ്ങൾ അതിനനുസൃതമായതുള്ള കണ്ടുപിടിച്ച് നിങ്ങളുടെ ആവശ്യത്തിന് എന്താണോ ഉള്ളത് അത് കണ്ടുപിടിച്ചിട്ട് അത് പറയുക മാത്രമല്ല, അത് പാടുകയും ചെയ്യണം. ഒരു പൊട്ടനെ പോലെ, ഒരു പൊട്ടിയെ പോലെ ആ വചനം പറയണം, ആ വചനം പാടണം. കൊള്ളേണ്ടടുത്ത് അത് കൊള്ളും. യെസ്. കൈയടിക്കുന്നെങ്കിൽ നന്നായി കരങ്ങളടിച്ച്. മോശയാണോ, മിരിയാമാണോ, മരുഭൂമിയിലെ ഇസ്രായേലാണോ, ദാവീദാണോ, ഇനി ദെബോര എന്ന പ്രവാചകി, പുള്ളിക്കാരി പാടി. പ്രവാചകന്മാരാണോ, അവരെല്ലാവരും സ്തോത്രം അതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ ഗാനങ്ങൾ പാടുകയുണ്ടായി. സ്തോത്രം. അങ്ങനെ ഇതൊരു പ്രവചന ഗീതമാണ്, ഇതൊരു പ്രവചന ഗീതമാണ്. കേട്ടവർ ആമേൻ പറഞ്ഞേ.
ഓക്കെ, ഈ ഇൻട്രഡക്ഷൻ പറഞ്ഞ് നമുക്ക് സ്തോത്രം യെശയ്യാപ്രവചനം 53 വേഗത്തിൽ നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. താങ്ക് യു. സ്തോത്രം. ഇതൊരു പ്രൊഫറ്റിക് സോങ് ആണ്. 5 സ്റ്റാൻസിയാണ് ഇതിനുള്ളത്. 5 ചരണങ്ങളാണ് ഈ സ്തോത്രം. അതെ, വേദഭാഗത്ത് മെശിഹായെക്കുറിച്ച് പ്രവാചകനാകുന്ന യെശയ്യാ പറഞ്ഞിരിക്കുന്നത് 5 സ്റ്റാൻസിയാണ്, 5 ചരണങ്ങളാണ്. എല്ലാവരും പറഞ്ഞാട്ടെ, എന്താണ് 5 ചരണങ്ങൾ? മറന്നു പോകല്, 5 ചരണങ്ങളാണ്. ഈ 5 ചരണങ്ങൾ, സ്തോത്രം, 5 ചരണങ്ങൾ ഞാൻ വേഗത്തിൽ പറയാം. ആദ്യത്തെ ചരണം 53 ആരംഭിക്കുന്നത്. 52, 13, 14, 15 ആദ്യത്തെ ചരണം. യെശയ്യാപ്രവചനം 52, 13, 14, 15 സ്തോത്രം ആദ്യത്തെ ചരണം. ഈ ഓരോ ചരണത്തിൻ്റെ ആദ്യത്തെ ലയൻ ആ ചരണത്തിൻ്റെ ഹെഡിങ് ആണ്. മനസ്സിലാകുന്നോ? ഒരിക്കൽ കൂടെ 5 ചരണങ്ങളാണുള്ളത്. ഈ 5 ചരണങ്ങളിൽ, 5 സ്റ്റാൻസകളിൽ ആദ്യത്തെ ലയൻ ആ സ്തോത്രം, അത് ആ സ്റ്റാൻസയുടെ, ആ ഖണ്ഡികയുടെ അല്ലെങ്കിൽ ആ സ്റ്റാൻസയുടെ, ആ ചരണത്തിൻ്റെ ഹെഡിങ് ആണ്. ഫോർ എക്സാമ്പിൾ, വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് തമിഴിൽ ഇത് കാണുവാൻ തക്കൂടം കഴിയത്തില്ല. പാപത്തിൻ കറകൾ പോക്കാൻ, സ്തോത്രം. അത് ഈ ഉള്ളവൻ എഴുതുമ്പോൾ യേസ്, പാപത്തിൽ നിന്ന് ജനം രക്ഷ പ്രാപിക്കാൻ. തമിഴിൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയത്തില്ല. അപ്പോൾ പാപത്തിനു വേണ്ടി യേശു കർത്താവ് മരിച്ചു. ഓക്കെ, അടുത്ത സ്റ്റാൻസ് എഴുതുമ്പോഴേക്കും മരണത്തിൻ പാശങ്ങൾ അഴിച്ചു. തമിഴിലതില്ല. സ്തോത്രം. അപ്പോൾ അത് കർത്താവിൻ്റെ ഉയർപ്പിനെ കുറിച്ചാണ് അത് എഴുതിയത്. സ്തോത്രം. സോ ദാറ്റ് മീൻസ് ആദ്യത്തെ സ്റ്റാൻസ്, ആദ്യത്തെ ലൈനിൽ ആ സ്റ്റാൻസിൽ എന്താണോ പാടേണ്ടത് അത് തന്നെ ആദ്യം എഴുതിയതുപോലെ. മനസ്സിലാകുന്നത് നിങ്ങൾക്ക്? സ്തോത്രം. യെശയ്യാവ് എഴുതി വന്നതായ സമയത്ത് ആ സ്റ്റാൻസയിൽ എന്താണോ, ആ ചരണത്തിൽ എന്താണോ അത് പ്രതിപാദിക്കുന്നത്, അതിൻ്റെ ഹെഡിങ് ആണ് ആദ്യത്തെ ലൈൻ എഴുതിയിരിക്കുന്നത്. സോ യെശയ്യാപ്രവചനം ഞാൻ 5 സ്റ്റാൻസ് ആദ്യം പറയട്ടെ. യെശയ്യാപ്രവചനം 52, 13, 14, 15 ഒന്നാമത്തെ സ്റ്റാൻസ്. യെശയ്യാ 52, 13 മുതൽ 15 വരെ ഒന്നാമത്തെ സ്റ്റാൻസ്. രണ്ടാമത്തെ സ്റ്റാൻസ്, രണ്ടാമത്തെ ചരണം യെശയ്യാപ്രവചനം 53 അധ്യായം 1 മുതൽ 3 വരെയാണ്. മൂന്നാമത്തെ സ്റ്റാൻസ് 4 മുതൽ 6 വരെയാണ്. യെശയ്യാ 53 4 മുതൽ 6 വരെയാണ്. നാലാമത്തെ സ്റ്റാൻസ് യെശയ്യാ 53 7 മുതൽ 9 വരെയാണ്. ഷീലാൻറ്റി വല്ലാതെ കഷ്ടപ്പെടുന്നത് ഞാൻ കാണുന്നു. യെശയ്യാപ്രവചനം 52, 13 മുതൽ 15 വരെ ഒന്നാമത്തെ സ്റ്റാൻസിങ്കിൽ, രണ്ടാമത്തെ സ്റ്റാൻസ് യെശയ്യാ 1 മുതൽ 3 വരെയാണ്. മൂന്നാമത്തെ സ്റ്റാൻസ് യെശയ്യാ പ്രവചനം 4 മുതൽ 6 വരെയാണ്. യെശയ്യാ 53 4 മുതൽ 6 വരെയാണ്. നാലാമത്തെ സ്റ്റാൻസ് 53 അധ്യായം 7 മുതൽ 9 വരെയാണ്. അഞ്ചാമത്തെ സ്റ്റാൻസ് 53 അധ്യായം അത് 10 മുതൽ 12 വരെയാണ്. 53 അധ്യായം 10 മുതൽ 12 വരെയാണ്. ദ സഫറിംഗ് മെസ്സായ അല്ലെങ്കിൽ സ്തോത്രം സഫറിംഗ് സേവിയർ, യേശുവിൻ്റെ പീഡാനുഭവമാണ് ആദ്യത്തെ 4 സ്റ്റാൻസ എഴുതിയിരിക്കുന്നതെങ്കിൽ കർത്താവിൻ്റെ പ്രതിഫലവും അവൻ്റെ സ്ഥാനാരോഹണവുമാണ് അവസാനം എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അതെ, അവൻ്റെ ആദ്യത്തെ 4 സ്റ്റാൻസ, ആദ്യത്തെ 4 ചരണങ്ങൾ യേശുവിൻ്റെ കഷ്ടപ്പാടും യേശു കർത്താവിൻ്റെ വ്യഥകളും വേദനകളുമാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ അവസാനം എഴുതിയിരിക്കുന്നത് അവൻ്റെ സ്ഥാനാരോഹണവും അവൻ്റെ പ്രതിഫലവുമാണ്. എന്തോ മനസ്സിലായി? ഏതെങ്കിലും വിഷയങ്ങൾക്ക് എവിടെയെങ്കിലും കരഞ്ഞെങ്കിൽ, നുറുങ്ങിയെങ്കിൽ, വേദനിച്ചെങ്കിൽ, സ്തോത്രം, മറുവശത്ത് ദൈവം നിങ്ങൾക്കായി നിശ്ചയമായി ഒരുക്കുന്ന ഒരു പെർമനന്റ് പൊസിഷനുമുണ്ട്, ഒരു പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. കരഞ്ഞവർ, നുറുങ്ങിയവർ, വേദനിച്ചവർ മാത്രം അതിന് നല്ലൊരു ആമേൻ പറഞ്ഞേ. ഒരു പൊസിഷനുണ്ട്. ദൈവത്തിൻ്റെ കൃപയാൽ എല്ലാവരും തല ഉയർത്തി നോക്കത്തക്ക ഒരു സ്പിരിച്വൽ പൊസിഷനുണ്ട്. അതുപോലെ പ്രതിഫലമുണ്ട്. ശബ്ദം ഉയർത്തി പറഞ്ഞേ, എനിക്കായി പ്രതിഫലത്തിൻ്റെ നാളുകൾ വരുന്നു. ഒരിക്കൽ കൂടെ പറഞ്ഞേ, ഇനിയുള്ള നാളുകൾ എൻ്റെ പ്രതിഫലത്തിൻ്റെ നാളുകളാണ്. കണ്ണുനീരോടെ വിതച്ചവർ, കാത്തിരുന്നവർ എല്ലാം മനസ്സിലാക്കണം. ദൈവകൃപയാൽ വയലേലയിൽ ഇറങ്ങി ഒരു കൊയ്ത്ത് പാട്ട് പാടുന്നത് പോലെ, വയലേലയിൽ ഇറങ്ങി ഒരു കൊയ്ത്ത് പാട്ട് പാടുന്നത് പോലെ നിങ്ങളെ വിഷമിപ്പിച്ച സകല വിഷയങ്ങൾക്കും ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങൾക്ക് സ്തോത്രം, അതെ, ഒരു കൊയ്ത്ത് പാട്ടുണ്ട്. സോ ഓരോ സ്റ്റാൻസയുടെ ആരംഭത്തെ ലയൻ സ്തോത്രം അതിൻ്റെ ഹെഡിങ്ങാണ്. എല്ലാം പറയത്തില്ല, ഒന്ന് മാത്രം പറഞ്ഞ് ഞാൻ ഇന്ന് സ്തോത്രം ഈ സെഷൻ പറയാനുള്ളതായ അതേ ആ ദൂത് പെട്ടെന്ന് പറഞ്ഞ് നമുക്കൊരുമിച്ച് അവസാനിപ്പിക്കാം. ഫസ്റ്റ് സ്റ്റാൻസ് നോക്കിയേ, 52 അധ്യായം അതിൻ്റെ 13 വാക്യം. അതിൻ്റെ തലക്കെട്ട്, അതിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് എൻ്റെ ദാസൻ കൃതാർത്ഥനാകും. യഹോവയുടെ ദാസൻ എന്നാണ് ആ സ്റ്റാൻസയുടെ സ്തോത്രം ആദ്യത്തത്. അതെ, യഹോവയുടെ ദാസൻ കൃതാർത്ഥനാകും. യഹോവയുടെ ദാസന്മാർ ആരെങ്കിലും ഉണ്ടോ?
യഹോവയുടെ ദാസിമാർ ആരെങ്കിലും ഉണ്ടോ? കർത്താവിൻ്റെ ദാസിമാർ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ കൃതാർത്ഥരാകും. നിങ്ങൾ നാണം കെടും എന്നല്ല പറഞ്ഞത്, നിങ്ങൾ പൊളിയുമെന്നല്ല പറഞ്ഞത്, നിങ്ങൾ തകർക്കപ്പെടുമെന്നല്ല പറയുന്നത്. ഈ പട്ടണത്തിൽ, ഈ രാജ്യത്തിൽ നിങ്ങൾ കൃതാർത്ഥരാകും. ഹല്ലേലൂയ. വാതോർന്ന് പറഞ്ഞാൽ അതെൻ്റെ കാര്യമാണ് പറഞ്ഞേ അതെൻ്റെ കാര്യമാണ് പറഞ്ഞേ, എൻ്റെ കാര്യമാണ് പറഞ്ഞേ. ഹല്ലേലൂയ. ഇനി അടുത്ത സ്റ്റാൻസയുടെ അടുത്ത ലൈൻ കൂടെ പറയാം. അത് പറയണ്ടെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഞാൻ ഈ മനസ്സിലുള്ളതായതുകൊണ്ട് നിങ്ങൾ ഇത്ര ദാഹത്തോടെ ഇരിക്കുന്നതുകൊണ്ട് 53-ന്റെ 1-ാമത്തെ സ്റ്റാൻസ് നോക്കിയേ. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? ഹു ഹാസ് ബിലീവ് അവർ റിപ്പോർട്ട്? ദൈവത്തിൻ്റെ റിപ്പോർട്ടാണ് 2-ാമത്തെ സ്റ്റാൻസ. ദൈവത്തിൻ്റെ റിപ്പോർട്ട് യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. അത് അമേസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്, ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. 2-ാമത്തെ സ്റ്റാൻസയുടെ ആദ്യത്തെ സ്തോത്രം ലൈൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ റിപ്പോർട്ടാണ്. ശബ്ദം ഉയർത്തി പറഞ്ഞ ആരാ റിപ്പോർട്ട്? അതേ നടക്കത്തുള്ളൂ. ആ റിപ്പോർട്ടേ നടക്കത്തുള്ളൂ. ആ റിപ്പോർട്ടേ നിറവേറാത്തുള്ളൂ. ഗ്യാരണ്ടി 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 ഗ്യാരണ്ടി. ദൈവത്തിൻ്റെ റിപ്പോർട്ടേ നടക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ റിപ്പോർട്ടേ നടക്കത്തുള്ളൂ. കമാൺ. ആർക്കോ പൊട്ടിച്ചിരിക്കണമെന്ന് വന്നേ? ദൈവത്തിൻ്റെ റിപ്പോർട്ടേ നടക്കത്തുള്ളൂ. ആർക്കോ എഴുന്നേറ്റൊന്ന് പൊട്ടിച്ചിരിക്കണം. ഓ ഗ്ലോറി. ബാക്കി എഴുതി വച്ചിരിക്കുന്ന മുഴുവനും അവൻ അയക്കുന്ന കാറ്റിൽ അത് പാറിപ്പോകും. യെസ് 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 യെസ്. ശത്രുവിൻ്റെ സകല റിപ്പോർട്ടുകൾ, ഏതെങ്കിലും വക്കീൽ ഓഫീസിൽ നിനക്കെതിരെ എഴുതി വച്ചിരിക്കുന്നത്, ഏതെങ്കിലും കോടതിയിൽ നിനക്കെതിരെ ഫയൽ ചെയ്തിരിക്കുന്നത്, ഏതെങ്കിലും എംമാരുടെ മേശപ്പുറത്ത് വെച്ചിരിക്കുന്നത്, ഏതെങ്കിലും കമ്പ്യൂട്ടറിൽ വെച്ചിരിക്കുന്നത്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ് നിനക്കെതിരെ ഉള്ളതായ സകല റിപ്പോർട്ടുകളെ കർത്താവ് ക്യാൻസൽ ചെയ്യുകയാണ്. Come on. ഇനി ഏതെങ്കിലും ഡോക്ടർമാർ പറഞ്ഞതാകട്ടെ, ഏതെങ്കിലും സ്തോത്രം ഹോസ്പിറ്റൽ കണ്ടുപിടിച്ചതാകട്ടെ, അതൊന്നും നടക്കത്തില്ല മക്കളെ. പകരം ദൈവത്തിൻ്റെ റിപ്പോർട്ട് മാത്രമേ നടക്കത്തുള്ളൂ. നിങ്ങളിൽ, നിങ്ങളുടെ മക്കളിൽ ദൈവത്തിൻ്റെ റിപ്പോർട്ട് മാത്രമേ നടക്കത്തുള്ളൂ. യേശുവിൻ്റെ രക്തം ചെയ്യാം. ഹല്ലേലൂയ. ബാക്കിയുള്ള സകല റിപ്പോർട്ടുകൾ ക്യാൻസൽ ചെയ്യപ്പെടും. സോ ഇങ്ങനെ ഓരോ സ്റ്റാൻസയിൽ സ്തോത്രം അതിൻ്റെ തലക്കെട്ടായിരിക്കും അതിൻ്റെ പ്രതിപാദ്യ വിഷയം ആയിരിക്കുന്നത്. സ്തോത്രം ആദ്യത്തെ 2 സ്റ്റാൻസ ഓൾറെഡി നമ്മൾ സ്തോത്രം കണ്ടു കഴിഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്. ഇനി നമുക്ക് സ്തോത്രം 3-ാമത്തെ സ്റ്റാൻസ അല്പമായി തൊട്ട് ഇന്ന് ഈ സെഷൻ നമുക്ക് വേഗത്തിൽ അവസാനിപ്പിക്കാം. സ്തോത്രം യെശയ്യാ പ്രവചനം 53-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യമാണ് സ്തോത്രം നമ്മൾ ഇന്ന് പകല് നമ്മൾ ചിന്തിപ്പാൻ വേണ്ടി പോകുന്നത്. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യമാണ് നമ്മൾ സ്തോത്രം ഈ സെഷനിൽ അല്പമായി ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. ആമേൻ. അറിയാമോ? ഹല്ലേലൂയ. എന്താണത്? സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നാമോ ദൈവം അവനെ ശിക്ഷിച്ചു, അടിച്ചു, ദണ്ഡിപ്പിച്ചു എന്ന് വിചാരിച്ചു. സാക്ഷാൽ രോഗങ്ങൾ അവൻ വഹിച്ചതിനാൽ എല്ലാ വേദനയും അവൻ ചുമന്നതിനാൽ, സാക്ഷാൽ രോഗങ്ങൾ അവൻ വഹിച്ചതിനാൽ എല്ലാ വേദനയും അവൻ ചുമന്നതി. ഒരിക്കൽ കൂടെ. സാക്ഷാൽ രോഗങ്ങൾ അവൻ വഹിച്ചതിനാൽ എല്ലാ വേദനയും അവൻ. വചനം പാടിയാതെ. സാക്ഷാൽ രോഗങ്ങൾ അവൻ വഹിച്ചതിനാൽ എല്ലാ വേദനയും അവൻ ചുമന്നതിനാൽ, അടിപ്പീനരാൽ അവൻ സൗഖ്യമാക്കി നമ്മെ ഇമ്മാനുവേലവൻ നടത്തിയിടുമേ. അടിപ്പീനരാൽ അവൻ സൗഖ്യമാക്കി നമ്മെ ഇമ്മാനുവേലവൻ നടത്തിയിടും. ചേർന്ന് പഠിക്കേ. ഹാലേ രക്ഷകൻ. ഹല്ലേലൂയ. അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ. ശുദ്ധാത്മദായകൻ. നമ്മെ നിത്യതയ്ക്കായി
ഒരുക്കിടുമേ. ഹല്ലേലൂയ. ശുദ്ധാത്മദായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിടുമേ. കൈയടിച്ചൊന്ന് പാടാമോ ഉത്സാഹത്തോടെ? കമാൻ. സാക്ഷാൽ രോഗങ്ങൾ അവൻ വഹിച്ചതിനാൽ എല്ലാ വേദനയും അവൻ. സാക്ഷാൽ രോഗങ്ങൾ അവൻ വഹിച്ചതിനാൽ എല്ലാ വേദനയും അവൻ ചുമന്നതിനാൽ അടിപ്പീരാൽ അവൻ സൗഖ്യമാക്കി നമ്മെ ഇമ്മാനുവേൽ അവൻ തന്നെ നടത്തിയിടുമേ. അടിപ്പീരാൽ അവൻ സൗഖ്യമാക്കി നമ്മെ ഇമ്മാനുവേൽ അവൻ തന്നെ നടത്തിയിടുമേ. ഹല്ലേലൂയ. അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ. അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ. അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ. അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ. ശുദ്ധാത്മദായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിടുമേ. ഹല്ലേലൂയ. ശുദ്ധാത്മദായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിടുമേ. എൻ്റെ കർത്താവേ, എൻ്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. പാടുക. ഓഹോ, ആമേൻ. നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്കു ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള കമാണല്ലവര് ഗ്ലോറി. ഓ ഹല്ലേലൂയ. 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 മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ധനവുമെന്നെ യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ധനവുമെന്നെ യേശുവിന്. ഹല്ലേലൂയ. അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ. അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ. അവൻ ആത്മരക്ഷകൻ. കമാണല്ലവരും. അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ. ശുദ്ധാത്മദായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിടുമേ. ഹല്ലേലൂയ. ശുദ്ധാത്മദായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിടുമേ. വിളിച്ചു പറ. യാക്കോബിൻ ദൈവമെന്നും നാമുക്കുള്ളവൻ നമ്മെ ജീവപര്യന്തം കാത്തിടുമേ. യാക്കോബിൻ ദൈവമെന്നും നമ്മെ ജീവപര്യന്തം കാത്തിടുമേ. ഓരോ ദിവസവും കൃപ നൽകി നമ്മെ ഇമ്മാനുവേൽ അവൻ തന്നെ നടത്തിടുമേ. ഓരോ ദിവസവും കൃപ നൽകി നമ്മെ ദൂതന്മാരോട് ചേർന്നല്ലവര്. ഹല്ലേലൂയ. അഗ്നിമേഘ തൂണുകൾ ഇറങ്ങട്ടെ. അഗ്നിമേഘ തൂണുകൾ ഇറങ്ങി നിൽക്കട്ടെ. രക്ഷകൻ. ഹല്ലേലൂയ. അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ. ശുദ്ധാത്മദായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിടുമേ. ഹല്ലേലൂയ. ശുദ്ധാത്മദായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിടുമേ. എൻ്റെ കർത്താവേ, എൻ്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. പാടുക. എൻ്റെ കർത്താവേ, എൻ്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്കു ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള എനിക്കറിയത്തില്ല എങ്ങനെ ആ ജനത്തിന് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നെന്ന്. ശ്രേഷ്ഠന്മാർ തന്നെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. ജ്ഞാനവും സ്തോത്രവും
യഹോവയ്ക്കായി കാത്തു കാത്തല്ലോ, അവനെങ്കലേക്കു ചാഞ്ഞുകത്തല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തല്ലോ, അവനെങ്കലേക്കു. ഒരിക്കൽ കൂടെ ഞാൻ യഹോവയ്ക്കായി അനുഭവിച്ചോർ പാടിക്കേ. അവനെങ്കലേക്കു ചാഞ്ഞു നാശകരമായ കുഴിയിൽ നിന്നോ ഇന്നും ഗായത്തി. നാശകരമായ കുഴിയിൽ നിന്നും ജ്ഞാനവും സ്വത്രവും ബഹുമാനം ശക്തിയും ധനവുമെന്നെ ശൂരിന്. മഹത്വവും ജ്ഞാനവും സ്വത്രവും ബഹുമാനം. ആരോഗ്യത്തിന്റെ പുതപ്പുകൾ, സൗഖ്യത്തിന്റെ പുതപ്പുകൾ, മഹത്വത്തിന്റെ പുതപ്പുകൾ, സന്തോഷത്തിന്റെ പുതപ്പുകൾ, ആഘോഷത്തിന്റെ പുതപ്പുകൾ ഈ ജനത്തെ പൊതിയട്ടെ. ഓ സെലിബ്രേഷൻ, 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 ആഘോഷം, ആഘോഷം. യെസ് 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 വായികളെ തുറന്ന്, വായികളെ തുറന്ന്. നിങ്ങളുടെ സകല തിന്മയെ അവൻ ചുമന്ന് കഴിഞ്ഞു. നിങ്ങളുടെ സകല തിന്മയെ അവൻ ചുമന്ന് കഴിഞ്ഞു. ഡോണ്ട് വറി, ഡോണ്ട് വറി, ഡോണ്ട് വറി. ഇറ്റ് ഹാപ്പൻ. അത് സംഭവിച്ചു, അത് സംഭവിച്ചു. നിങ്ങളുടെ മുഴുവൻ തിന്മയും അവൻ ചുമന്ന് കഴിഞ്ഞു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ മുഴുവൻ തിന്മയും അവൻ ചുമന്ന് കഴിഞ്ഞു. അതുകൊണ്ട് ഈ പട്ടണത്തിൽ ഇനി മേലാൽ തിന്മ ചുമന്ന് നീ നടക്കത്തില്ല. തിന്മ നിനക്കുള്ളതല്ല. തിന്മ നീ ചുമന്ന് നടക്കത്തില്ല. ഒരൊറ്റ വീട് നിന്ന ചുമന്ന് നടക്കത്തില്ല. ഓരോ വീട് പോലും നിന്ന ചുമന്ന് നടക്കത്തില്ല. ഓ ശാപം ചുമന്ന് നടക്കത്തില്ല. കഷ്ടത ചുമന്ന് നടക്കത്തില്ല. ദുഃഖങ്ങളെ ചുമന്ന് നടക്കത്തില്ല. നിരാശകളെ ചുമന്ന് നടക്കത്തില്ല. മാനസിക രോഗം നീ ചുമന്ന് നടക്കത്തില്ല. എല്ലാ ഡിപ്രഷൻ പൊട്ടി മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് പകൽക്കാലം സകല മാനസിക രോഗങ്ങൾ, എല്ലാ ഡിപ്രഷൻ യേശുവിന്റെ നാമത്തിൽ പൊട്ടി മാറുന്നു. എല്ലാ ബുദ്ധി സംബന്ധമായ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ബ്രെയിൻ സംബന്ധമായ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അടിക്കുന്നു. സൂപ്പർ നാച്ചുറൽ ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് ഇൻ ജീസസ് നെയിം. ജീസസ്, ജീസസ്. ജ്ഞാനം, ജ്ഞാനം, ജ്ഞാനം. കുഞ്ഞുങ്ങളിൽ ജ്ഞാനം, കുഞ്ഞുങ്ങളിൽ ജ്ഞാനം, കുഞ്ഞുങ്ങളിൽ ജ്ഞാനം, കുഞ്ഞുങ്ങളിൽ ജ്ഞാനം. കമാൻ, കരങ്ങൾ അടിച്ച് കുഞ്ഞുങ്ങളിൽ ജ്ഞാനം. സൂപ്പർ നാച്ചുറൽ ജ്ഞാനം. വിദ്യാഭ്യാസത്തിന്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തരാൻ കഴിയാത്ത ജ്ഞാനം. ഒരുവന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഇന്ന് പകൽ ദൈവത്തോട് ചോദിക്കട്ടെ. ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ദൈവത്തോട് ചോദിക്കട്ടെ. സൂപ്പർ നാച്ചുറലായ ജ്ഞാനം,
സൂപ്പർ നാച്ചുറൽ ജ്ഞാനം. സിംഗിൾ കളർ അല്ല. യോസെഫിന് പല നിറത്തിലുള്ള അങ്കി ഉണ്ടായിരുന്നത് പോലെ കോട്ട് ഓഫ് മെനി കളർ. ഫാദർ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഈ 4ാമത്തെ ദിവസം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കോട്ടിൽ ദൂതൻ ഇറങ്ങി പെയിന്റ് ചെയ്യുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കോട്ടിൽ ദൂതൻ ഇറങ്ങി പെയിന്റ് ചെയ്യുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ദൂതൻ ഇറങ്ങി മൾട്ടി ടാലന്റ്. പാരന്റ്സ് ഏറ്റെടുക്കുക. മൾട്ടി ടാലന്റ്. Yes. Multi-talent. Parents, grandparents, ഏറ്റെടുക്കുക. In Jesus' name. Multi-talent. വേണ്ടിയാണ്. ഞങ്ങൾക്കല്ലേ യഹോവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ ദയക്കും അങ്ങയുടെ നാമത്തിന് മഹത്വത്തിനും മൾട്ടി ടാലന്റ്. അവരുടെ മെമ്മറി പവർ വലുതാകട്ടെ, അവരുടെ ഓർമ്മശക്തി വലുതാകട്ടെ. ചെറിയ കുഞ്ഞുങ്ങൾ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഓർമ്മശക്തി വെളിപ്പെടട്ടെ. സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ കോളേജിന്റെ ജ്ഞാനം അവൾക്ക് വെളിപ്പെടട്ടെ. സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ യൂണിവേഴ്സിറ്റിയുടെ ജ്ഞാനം വെളിപ്പെടട്ടെ. ഏകാഗ്രത ഉണ്ടാകട്ടെ. കൂർമ്മ ബുദ്ധി ഉണ്ടാകട്ടെ. ഇൻ ജീസസ് നെയിം. നിന്ന ചുമന്ന നടക്കത്തില്ല, മാന്യത ചുമന്നേ നടക്കത്തുള്ളൂ. നിന്നുപോയ വിദ്യാഭ്യാസങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആരംഭിക്കട്ടെ. നിന്നുപോയ വിദ്യാഭ്യാസങ്ങൾ യേശുവിന്റെ നാമത്തിൽ, നഷ്ടപ്പെട്ട വർഷങ്ങളെ ദൈവം തിരികെ നൽകിയാണ്. Thank you, Jesus. Thank you, Jesus. Hallelujah. Come on, കരങ്ങളിൽ ശബ്ദം ഉയർത്തി. Hallelujah. സ്വർഗ്ഗം കേൾക്കട്ടെ. Hallelujah. Come on. ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിന്. കൃപയോടെ പറയട്ടെ, യോശുവയും കാലേബും വാഗ്ദത്ത ദേശത്തിൽ നിന്ന് അനുഗ്രഹത്തിന്റെ അടയാളങ്ങളായി ആ മുന്തിരി കൊലയും മാതളവും മറ്റു തരം ഫ്രൂട്ട്സും അവർ സ്തോത്രം പഴവർഗ്ഗങ്ങൾ ചുമന്ന് വന്നതുപോലെ നിന്റെ തലമുറ അനുഗ്രഹം മാത്രമേ ചുമക്കത്തുള്ളൂ. യെസ്. യോശുവ കാലേബിന്റെ നിയോഗം, യോശുവയുടെ നിയോഗം, കാലേബിന്റെ നിയോഗം ചെറിയ സ്കൂളിലും ചെറിയ ക്ലാസ്സിലും തുടങ്ങി. യോശുവയുടെ കാലേബിന്റെ നിയോഗം. ഹല്ലേലൂയ. കോളേജ് ക്ലാസ്സിലായിരിക്കുന്നവർ യോശുവയുടെ കാലേബിന്റെ നിയോഗം. ജനിച്ചത് മാത്രമല്ല, ജനിക്കാനിരിക്കുന്നതിന്റെ മേല്. ജനിച്ചത് മാത്രമല്ല, ജനിക്കാനിരിക്കുന്നതിന്റെ മേല് പുതിയൊരു ട്രെൻഡ് ഞങ്ങൾ സെറ്റ് ചെയ്യുകയാണ്. ഗോഡ് ഓഫ് ജനറേഷൻ, തലമുറകളെ കർത്താവേ, കരങ്ങളെ ഉയർത്തി. ഓ മഹത്വവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിന്. സാക്ഷാൽ യേശു നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, അവൻ നമ്മുടെ വേദനകളെ ചുമന്നു, അവന്റെ ആടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആമേൻ. ദയവായിരുന്നേ കണ്ടിന്യൂ. സ്തോത്രം. ഓ ഗ്ലോറി. ദ ഗ്ലോറി ഈസ് ഹിയർ. മഹത്വം ഇന്ന് പകൽ ഇവിടെയുണ്ട്.
Yes, yes. Hallelujah. Hey, hallelujah. Oh, hallelujah. Let me hear you. Hallelujah. Oh, hallelujah. Oh, hallelujah. Oh, mahatmavum ജ്ഞാനവും സ്തോത്രവും ശക്തിയും ബലവും യേശുവിനെ. യേശു നല്ലവൻ, അവൻ വല്ല. എത്ര പേർ പറയും യേശു നല്ലവൻ? അവൻ ദയയോ എന്നുമുള്ളത്. എൻ്റെ യേശു, യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എങ്ങും. ഇങ്ങനെയല്ല, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ. ഓ പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. യെശയ്യാ 53:4 അടുത്ത സ്റ്റാൻസ നാം നോക്കുമ്പോൾ, സ്തോത്രം, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. Surely he has borne our sickness. ആ ഫസ്റ്റ് പദം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Surely, surely, surely എബ്രായ പദവുമായ ബന്ധത്തിൽ വായിക്കുമ്പോൾ ഇറ്റ്സ് എ സൗണ്ട് ഓഫ് റിപ്പൻറ്റൻസ്. അതൊരു സ്തോത്രം, അതൊരു മാനസാന്തരത്തിൻ്റെ ശബ്ദമാണ്. അതൊരു മാനസാന്തരത്തിൻ്റെ ശബ്ദമാണ്. എങ്ങനെ പറവാൻ കഴിയും? ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞു. സ്തോത്രം, മഹാപീഡയുടെ കാലത്ത് യഹൂദൻ, സ്തോത്രം, യേശുവിനെ ഉപേക്ഷിച്ച് ജീവിക്കുന്നതായ സകല യഹൂദന്മാരും കർത്താവിൻ്റെ സന്നിധിയിൽ റിപ്പൻ്റ് ചെയ്ത്, മാനസാന്തരപ്പെട്ട്, ശബ്ദമുയർത്തി പറഞ്ഞ മാനസാന്തരപ്പെട്ട് 180 ഡിഗ്രി ടേൺ, അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നവൻ ഇങ്ങോട്ട് തിരിഞ്ഞ്, അതിൻ്റെ പേരാണ് മാനസാന്തരം. 90 സിഗരറ്റ് വലിക്കുന്നവൻ 45 കുറയ്ക്കുന്നതിൻ്റെ പേരല്ല മാനസാന്തരം. ഡെയിലി 55 കള്ളം പറയുന്നവൻ 30 കുറയ്ക്കുന്നതിൻ്റെ പേരല്ല മാനസാന്തരം. വടക്കോട്ട് നടക്കുന്നവൻ തെക്കോട്ട് തിരിയുന്നതിൻ്റെ പേരാണ് മാനസാന്തരം. ഹല്ലേലൂയ, സ്തോത്രം. ഡെയിലി വെള്ളമടിക്കുന്നവൻ കമ്പനിക്ക് മാത്രം, സംക്രാന്തിക്കും സെക്കൻഡ് സാറ്റർഡേക്ക് മാത്രം കുറയ്ക്കുന്നതിൻ്റെ പേരല്ല മാനസാന്തരം. പകരം 180 ഡിഗ്രി ടേൺ, 180 ഡിഗ്രി ടേണിൽ കർത്താവിൻ്റെ സന്നിധിയിൽ തിരിഞ്ഞു നിന്ന് ഷ്യൂർലി ഹി ഹാസ് ബോൺ അവർ സിക്നസ് എന്ന ഒരു ദിവസം പാട്. സാക്ഷാൽ സ്തോത്രം, മാനസാന്തരം. കേട്ടോ രാമൻ പറഞ്ഞാണ്ട്. സോ ഈ വാക്യം വായിക്കുമ്പോൾ ഷ്യൂർലി ഇറ്റ്സ് എ സൗണ്ട് ഓഫ് റിപ്പൻറ്റൻസ്. അതൊരു സ്തോത്രം, അത് മാനസാന്തരത്തിൻ്റെ ശബ്ദമാണ്. ആ വാക്യം ഒന്നിക്കും കൂടെ ഒന്ന് വായിച്ച്. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. എല്ലാവരും പറഞ്ഞാട്ടെ, വഹിച്ചു, വഹിച്ചു. ഒരിക്കൽ കൂടെ, അതിന് വിറ്റാമിൻ പോരായിരുന്നു. ഒരിക്കൽ കൂടെ, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു. ആരോ വഹിച്ചതിൻ്റെ പേരല്ല ഞാൻ പറഞ്ഞത്. സ്തോത്രം, വഹിച്ചു. പറഞ്ഞാട്ടെ, വഹിച്ചു. ഒരിക്കൽ കൂടെ, വഹിച്ചു. നമ്മുടെ വേദനകൾ അവൻ ചുമന്നു. സ്തോത്രം. 2 പദങ്ങൾ, വഹിച്ചു, ചുമന്നു, വഹിച്ചു, ചുമന്നു. ഈ 2 പദങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് വഹിച്ചു, മറ്റൊന്ന് ചുമന്നു. സ്തോത്രം, വഹിച്ചു. വഹിച്ചു എന്നതിന് എബ്രായ പദം നാസ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ നാസയല്ല, സ്തോത്രം, നാസ എന്ന പദമാണ് വഹിച്ചു എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ചുമന്നു എന്നതിന് സാക്ഷാൽ നമ്മുടെ രോഗങ്ങൾ അവൻ വഹിച്ചു, നമ്മുടെ വേദനകൾ അവൻ ചുമന്നു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. ചുമന്നു എന്നതിന് എബ്രായ പദം ഉപയോഗിച്ചിരിക്കുന്ന സബാൽ എന്ന പദമാണ്. സബാൽ, നാസ, സബാൽ. ഈ നാസ, സബാൽ, വഹിച്ചു, ചുമന്നു, ചുമന്നു, വഹിച്ചു, വഹിച്ചു, ചുമന്നു. ഇത് എവിടെയാണ് സർവ്വസാധാരണമായി എഴുതി കാണുന്നത് എന്ന് ചോദിച്ചാൽ, സ്തോത്രം, ഇത് എഴുതിയിരിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് അറ്റോണിമെന്റ്. വല്ലത് മനസ്സിലായോ? അറ്റോണിമെന്റിൽ മഹാപാപ പരിഹാര ദിനവുമായി ബന്ധത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. വഹിക്കുന്നതും ചുമക്കുന്നതും സ്തോത്രം അതേ മഹാപാപ പരിഹാര ദിനത്തിലാണ്. എത്ര പേർ കേട്ടിട്ടുണ്ട് മഹാപാപ പരിഹാര ദിനം?
മഹാപാപ പരിഹാരം റിയലി ക്രൈസ്റ്റ് സെൻ്റർ ഇത്രയും പേര് കേട്ടിട്ടുണ്ടോ? റിയലി നിങ്ങളുടെ പാസ്റ്ററാ? ഓക്കെ, കമാൻ, സ്തോത്രം. അതെ, മഹാപാപ പരിഹാര ദിനത്തിലാണ് നിങ്ങളിത്, സ്തോത്രം, നിങ്ങൾക്ക് ഈ കോൺടെസ്റ്റിൽ കാണുവാൻ ഗുണം കഴിയുന്നത്. വഹിച്ചു ചുമന്നു, സ്തോത്രം. മഹാപാപ പരിഹാര ദിനം. മഹാപാപ പരിഹാര ദിനത്തിൻ്റെ എബ്രായ പദം എന്താണ്? യോം കിപ്പർ. ആരൊക്കെയാണ് പറഞ്ഞേ? സ്തോത്രം. അടുത്തിരിക്കുന്ന കേട്ട എല്ലാവരും അവർക്ക് ചോക്ലേറ്റ് മേടിച്ചു കൊടുത്തേ. സ്തോത്രം. യോം കിപ്പൂർ എന്ന പദമാണ് മഹാപാപ പരിഹാര ദിനമായി എഴുതിയിട്ടുള്ളത്. അതിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. വിച്ച് ഈസ് ദ മോസ്റ്റ് ഹോളി ഡേ ഓഫ് എ ജൂയിഷ് കലണ്ടർ. യഹൂദന്മാരുടെ ദിവസങ്ങളിൽ അല്ലെങ്കിൽ അവൻ്റെ കലണ്ടറിൽ ഏറ്റവും പരിശുദ്ധമായ ദിവസമാണ് സ്തോത്രം യോം കിപ്പോർ അഥവാ മഹാപാപ പരിഹാര ദിനം. ആ ഒറ്റ ദിനമാണ്, നൂറുകണക്കിന് പ്രാവശ്യം നിങ്ങൾ കേട്ടിട്ടുണ്ട്, ആ ഒറ്റ ദിനത്തിനാണ് മഹാപുരോഹിതൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കയറിപ്പോകുന്നത്. കയറിപ്പോകുമ്പോൾ എന്തായിരിക്കും? ആ അതിപരിശുദ്ധ സ്ഥലത്ത് ആ കർട്ടനെ മാറ്റി താൻ കയറിപ്പോകുമ്പോൾ അവിടെ മാത്രം നിറഞ്ഞു കിടക്കുന്ന മഹത്വം ആ മനുഷ്യൻ്റെ മേൽ വീണ് കിടക്കും. കയറി ചെല്ലുന്നതായ മഹാപുരോഹിതൻ്റെ ദേഹത്ത് ആ മഹത്വം ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. ഒന്ന് ചിന്തിച്ച്, ആ കൃപാസനത്തിന് മുകളിൽ താഴെ നിയമപെട്ടകമാണ്, അതിന് മുകളിൽ കൃപാസനമുണ്ട്. ആ കൃപാസനത്തിൽ 2 കെരൂബുകളുണ്ട്. ആ കെരൂബുകളുടെ മധ്യത്തിൽ കാണുന്നതായ വലിയ മേഘം, വലിയ തേജസ്സിൻ്റെ ഷെഖന ഗ്ലോറി, ദൈവത്തിൻ്റെ മഹത്വം ഈ മഹാപുരോഹിതൻ്റെ മേൽ ഇങ്ങനെ വീണ് കിടക്കുകയാണ്. മനുഷ്യൻ വീഴുന്നതിന് മുൻപ്, ആദം പാപം ചെയ്യുന്നതിന് മുമ്പ് ഈ മഹത്വം കൊണ്ട് അവനെ മുഴുവൻ ഡ്രസ്സ് ചെയ്തിരുന്നതാണ്. ഓ കമാൻ, അവനെ തേജസ് കൊണ്ട് ദൈവം പൊതിഞ്ഞിരുന്നതാണ്. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തപ്പോഴേക്കും പാപത്തിൽ ഗ്ലോറിക്ക് നിൽപ്പാൻ കഴിയത്തില്ല. ഒരിക്കൽ കൂടെ, പാപമുണ്ടെങ്കിൽ ഗ്ലോറിക്ക്, മഹത്വത്തിന് നിൽപ്പാൻ കഴിയത്തില്ല. അതുകൊണ്ട് മഹത്വം തരണമേ എന്ന് സ്തോത്രം ആരെങ്കിലും പ്രാർത്ഥിക്കുന്നെങ്കിൽ അതേ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചോ എന്ന് ആദ്യം സ്തോത്രം ചെക്ക് ചെയ്യുക. എവിടെ ഹോളിനെസ് ഉണ്ടോ, എവിടെ വിശുദ്ധിയുണ്ടോ, അവിടെ മാത്രമേ ഗ്ലോറിക്ക് നിൽപ്പാൻ കഴിയത്തുള്ളൂ. എവിടെ വിശുദ്ധിയുണ്ടോ അവിടെ മാത്രമേ മഹത്വത്തിന്, ദൈവത്തിൻ്റെ മഹത്വത്തിന് ഇറങ്ങി നിൽപ്പാൻ തക്കണം കഴിയത്തുള്ളൂ. സോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇതാ മഹാപാപ പരിഹാര ദിനത്തിന് സ്തോത്രം മഹാപുരോഹിതൻ കയറി ചെല്ലുമ്പോൾ ആദാമിനുണ്ടായ സെയിം എക്സ്പീരിയൻസിൽ അവനിതാ മഹത്വത്തിൽ പൊതിഞ്ഞ് നിൽക്കുകയാണ്. സ്തോത്രം. മഹത്വവും മനുഷ്യനും ഒന്നാകുന്നു. ഒരിക്കൽ കൂടെ, മഹത്വവും മനുഷ്യനും ഒന്നാകുന്നു. ആ പദത്തിൻ്റെ പേരാണ് അറ്റോൺമെന്റ്. മഹത്വവും മനുഷ്യനും ഒന്നാകുന്നു. മഹത്വം വേറെ, ഞാൻ വേറെ എന്നല്ല, മഹത്വവും ഞാനും ഒന്നാകുന്നു. ജനമേ, അതിൻ്റെ പേരാണ് ക്രിസ്തീയ ജീവിതം. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? മഹത്വവും ഞാനും ഒന്നാകുന്നു. സോ പഴയ നിയമത്തിൽ മഹത്വം അവൻ്റെ പുറത്തായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ കൊലോസ്യർ 1:27 ക്രൈസ്റ്റ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി ഈസ് ഇൻ യു. മഹത്വം നിന്റെ ഉള്ളിലാണ്. കമൺ, കേട്ടവർ ആമേൻ പറഞ്ഞേ. മഹത്വം നിന്റെ ഉള്ളിലാണ്. സ്തോത്രം. സോ അറ്റോണിമെന്റ്, ഈ ഡേ ഓഫ് അറ്റോണിമെന്റിന് അല്ലെങ്കിൽ യോം കിപ്പോറിന് അല്ലെങ്കിൽ മഹാപാപ പരിഹാര ദിനത്തിന് ഈ വഹിക്കുന്നു, ചുമക്കുന്നു എന്ന 2 പദങ്ങൾ വളരെ പ്രസിദ്ധമാണ്. ആണ്ടിലൊരിക്കൽ 7 ഉത്സവങ്ങൾ യഹൂദനുണ്ട്. യഹൂദന് 7 ഉത്സവങ്ങളുണ്ട്. അത് യഹൂദൻ്റെ ഉത്സവം എന്ന് പറയല്, അത് യഹോവയുടെ ഉത്സവങ്ങൾ. മനസ്സിലാകുന്ന നിങ്ങൾക്ക്? മനസ്സിലാക്കുന്നെങ്കിൽ ആമേൻ പറയും. കർത്താവേ സ്തോത്രം. അപ്പോൾ 7 ഉത്സവങ്ങളുണ്ട്. ഒന്നാമത്തെ പാസ്ഓവർ, പെസഹ. രണ്ടാമത്തെ പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ പെരുന്നാൾ. മൂന്നാമത്തേത് ആദിബലം. നാലാമത്തേത് പെന്തക്കോസ്റ്റ്. അഞ്ചാമത്തേത് കാഹളോത്സവം. ആറാമത്തേത് യോം കിപ്പൂർ. ഏഴാമത്തേത് കൂടാരപ്പെരുന്നാൾ. സ്തോത്രം. 7 ഉത്സവങ്ങളാണ് ലെവിയ പുസ്തകം 23-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാൻ തക്കണം കഴിയുന്നത്. ലെവിയ പുസ്തകം 23-ൽ 7 ഉത്സവങ്ങളുണ്ട്. അതിൽ 6-ാമത്തെ ഉത്സവമാണ് സ്തോത്രം, അതേ ഡേ ഓഫ് അറ്റോണിമെന്റ് അഥവാ മഹാപാപ പരിഹാര ദിനം. ശബ്ദമുയർത്തി പറഞ്ഞേ, മഹാപാപ പരിഹാര ദിനം. ആ ദിനത്തിൻ്റെ സ്പെഷ്യാലിറ്റിയാണ് സാക്ഷാൽ രോഗങ്ങൾ അവൻ വഹിച്ചതിനാൽ, നമ്മളെ വേദനകൾ അവൻ ചുമന്നതിനാൽ. വഹിക്കുക, ചുമക്കുക. എല്ലാവരും പറഞ്ഞേ, ഒരിക്കൽ കൂടെ പറഞ്ഞേ. ഇത് ഡേ ഓഫ് അറ്റോണിമെന്റ് അഥവാ മഹാപാപ പരിഹാര ദിനത്തിൻ്റെ സ്പെഷ്യാലിറ്റിയാണ്. സ്തോത്രം. വഹിക്കുക, ചുമക്കുക. പക്ഷേ ഇത് കേട്ടിരിക്കുമ്പോൾ പഴയ നിയമം അല്ല നിങ്ങൾക്ക് ഓർക്കേണ്ടത്. അഹരോനും മോശയും സമാഗമന കൂടാരവും ആയിരക്കണക്കിന് പുരോഹിതന്മാരും 30 ലക്ഷം ഇസ്രായേൽ സമൂഹം അല്ല ഇതിൻ്റെ സെൻട്രൽ തീം. ക്രൈസ്റ്റ് ജീസസ് ആണ് സെൻട്രൽ തീം. ഹല്ലേലൂയ. കേട്ടെങ്കിൽ ആമേൻ പറഞ്ഞേ. സോ വഹിക്കുക, ചുമക്കുക എന്നത് സ്തോത്രം ആ ഡേ ഓഫ് അറ്റോണിമെൻറ്റിൻ്റെ പ്രത്യേകതയാണ്.
വായ് എന്തുകൊണ്ട് കടന്നു വന്നേ. ലേവ്യ പുസ്തകം 16-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ലെവിറ്റിക്കസ് ചാപ്റ്റർ 16, ലേവ്യ പുസ്തകം 16-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. സ്തോത്രം. ഒരുമിച്ച് ആ സ്ക്രീനിൽ നോക്കി വായിച്ചാട്ടെ. വെടി പൊട്ടുന്നത് പോലെ വായിച്ച്. അടുത്ത് ഉറങ്ങിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാം ഞെട്ടി ഉണർത്തക്ക ശബ്ദത്തിൽ വായിച്ചാട്ടെ. റെഡി? അവൻ ആ 2 കോലാട്ടുകൊറ്റനെ കൊണ്ടുവന്ന് സമാഗമന കൂടാരത്തിൻ്റെ വാതിക്കൽ യഹോവയുടെ സന്നിധിയിൽ നിർത്തിയിടണം. പിന്നെ അഹരോൻ യഹോവയ്ക്ക് എന്ന് ഒരു ചീട്ടും അസസേലിന് എന്നൊരു മറ്റൊരു ചീട്ടും, ഇങ്ങനെ 2 കോലാട്ടുകൊറ്റനും ചീട്ടിടയണം. യഹോവയ്ക്കുള്ള ചീട്ട് വീണ കോലാട്ടുകൊറ്റനെ അഹരോൻ കൊണ്ടുവന്ന് പാപയാഗമായി അർപ്പിക്കണം. അസസേലിന് ചീട്ട് വീണ കോലാട്ടുകൊറ്റനെ അതിനാൽ പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് അതിനെ അസസേലിന് മരുഭൂമിയിലേക്ക് വിട്ടയക്കേണ്ടതിനുമായി യഹോവയുടെ സന്നിധിയിൽ ജീവനോടെ നിർത്തേണം. സോ 2 ആട്ടുകൊറ്റന്മാരെ അവിടെ നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. 2 ആടിനെ അവിടെ കാണുവാൻ തക്കോണം കഴിയും. സ്തോത്രം. ഒന്നിൻ്റെ മേൽ കരങ്ങൾ വെച്ച് മഹാപുരോഹിതൻ ആ വർഷത്തെ ദ നേഷൻ ഓഫ് ഇസ്രായേൽ, ഇൻഡിവിജ്വൽസ് അല്ല, വ്യക്തികളല്ല. വ്യക്തികൾ പാപം ചെയ്യുമ്പോൾ അവർ ഓരോരുത്തർ കൊണ്ടുവന്ന് ദൈവസന്നിധിയിൽ യാഗം കഴിക്കണം. ഒരിക്കൽ കൂടെ, വ്യക്തികൾ പാപം ചെയ്യുമ്പോൾ ഓരോരുത്തർ ഞാൻ പാപം ചെയ്തു എന്ന് പറഞ്ഞ് സ്തോത്രം അവന് യാഗം കഴിക്കണം. മനസ്സിലാക്കുന്ന ആമേൻ പറഞ്ഞേ. This is talking about the nation of Israel. ഇത് ഇസ്രായേൽ എന്ന രാജ്യമാണ്. ഇസ്രായേൽ എന്ന രാജ്യം ആ വർഷം മുഴുവൻ ചെയ്തതായ സ്തോത്രം പാപങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴുകണമേ കർത്താവേ എന്നാണ് ചില മന്ദബുദ്ധികൾ പ്രാർത്ഥിക്കുന്നത്. നോ, സ്തോത്രം. ഒരു ജഡവും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിർമ്മലമല്ല എന്നാണ് തിരുവചനം പറയുന്നത്. സ്തോത്രം. ആർക്കും അകൃത്യങ്ങൾ ഓർമ്മ വെച്ചാൽ ആർക്കും ദൈവത്തിൻ്റെ മുൻപിൽ നിലനിൽപ്പാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമ്മുടെ ഉപവാസത്തിലല്ല നമ്മൾ നിൽക്കുന്നത്, അവൻ്റെ കൃപയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഹല്ലേലൂയ. സോ നോക്ക് അങ്ങനെ സ്തോത്രം. നേഷൻ ഓഫ് ഇസ്രായേൽ, ഇസ്രായേൽ എന്ന രാജ്യം ദൈവത്തിന് മുൻപിൽ പാപം സ്തോത്രം ചെയ്തതുകൊണ്ട് 2 കോലാട്ടുകുറ്റന്മാരെ കൊണ്ടുവരുന്നു, 2 ആടിനെ കൊണ്ടുവരുന്നു. ഒന്നിൻ്റെ മേൽ കരങ്ങളെ വെച്ചിട്ട് സ്തോത്രം അതിനെ ഓൺ ദ സ്പോട്ട് തന്നെ അതിനെ കൊല്ലുന്നു. ഓൺ ദ സ്പോട്ട് തന്നെ കൊല്ലുന്നു. അതിൻ്റെ പ്രത്യേകത അവിടെ സംഭവിക്കുന്നത് നാസ. ആദ്യം നമ്മൾ കേട്ടു ആ പദം നാസ. സ്തോത്രം. നാസ എന്ന് പറഞ്ഞാൽ വഹിച്ചു. സ്തോത്രം. ഇസ്രായേലിൻ്റെ അതേ മുഴുവൻ പാപവും ആ ആട് വഹിക്കുകയാണ്. മഹാപുരോഹിതൻ അതിൻ്റെ മേൽ കരങ്ങളെ വെച്ച് ഇസ്രായേലിൻ്റെ മുഴുവൻ പാപവും പറഞ്ഞ് അതിനെ വഹിപ്പിക്കുന്നു. അതിനെ വഹിച്ച് അതിനെ ഓൺ ദ സ്പോട്ട് അതിനെ കൊല്ലുന്നു. സ്തോത്രം. വഹിക്കുന്നു. എല്ലാവരും പറഞ്ഞേ വഹിച്ചു. അതാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷം യെശയ്യാവ് പാടുന്നത്. യെസ്, അവൻ വഹിച്ചു. നമ്പർ 2, രണ്ടാമത് ചുമന്നു എന്നാണല്ലോ. ചുമന്നു. എന്താ ചുമന്നത്? നോക്കിയേ. അസസേലിനെ ചീട്ടി വീണ കോലാട്ടുകൊറ്റനെയോ അതിനാൽ പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് 10-ാം വാക്യം ലേവ്യ 16:10 പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് അതിനെ അസസേലിന് മരുഭൂമിയിലേക്ക് വിട്ടയക്കേണ്ടതിനുമായി യഹോവയുടെ സന്നിധിയിൽ ജീവനോടെ നിർത്തേണം. സ്തോത്രം. ഒരാൾ വശം സ്തോത്രം ഈ ആടിനെ അതേ മരുഭൂമിയിലേക്ക് അതിനെ കൊണ്ടുപോവുകയാണ്. മറ്റേത് വഹിച്ചത് ഓൺ ദ സ്പോട്ട് കൊല്ലപ്പെട്ടു. ഏതുണ്ടല്ലോ ഈ സ്തോത്രം 2-ാമത്തെ ആട്ടുകുട്ടി അത് ചീട്ടിട്ട് മാറ്റി നിർത്തുന്നത് അത് ചുമന്നുകൊണ്ട്, ഇസ്രായേലിൻ്റെ പാപത്തെ ചുമന്നുകൊണ്ട് അത് മരുഭൂമിയിൽ പോകുകയാണ്. ഇസ്രായേലിൻ്റെ പാപത്തെ ചുമന്നുകൊണ്ട് അത് കടന്നു പോകുന്നു. കേക്ക്. ദൂതിതാണ് ഏറ്റവും സന്തോഷമുള്ളതായ കാര്യം. ഒരിക്കൽ ഏറ്റുപറഞ്ഞ പാപം ഒരിക്കലും തിരിച്ചു വരുന്നില്ല. കാരണം പോയ ആട് തിരിച്ചു വന്ന ചരിത്രമില്ല. ഹല്ലേലൂയ. പോയ ആട് ഒരിക്കലും തിരിച്ചു വരത്തില്ല. സ്തോത്രം. ആ ആട് ഈ പാപം ചുമന്നു പോകുമ്പോൾ തന്നെ യഹൂദ തൽമൂദിൻ്റെ അതേ നിയമപ്രകാരം അല്ലെങ്കിൽ ചരിത്രം പറയുന്നതനുസരിച്ച് യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 18-ാം വാക്യം സ്തോത്രം അതേ രക്താംബരത്തെ എടുത്ത് ആ ദേവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്തിൻ്റെ സ്തോത്രം കട്ടളയിൽ പുരോഹിതൻ കെട്ടും. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 18-ാം വാക്യം. സ്തോത്രം. ആ രക്താംബരമെടുത്ത് അതേ സ്തോത്രം ആ കട്ടളക്കാലിന്മേൽ അതേ കെട്ടും. അതിൻ്റെ അർത്ഥം എന്താണ്? അത് കടും ചുവപ്പാണ്. അതിൻ്റെ നിറം, രക്താംബരത്തിൻ്റെ നിറം കടും ചുവപ്പാണ്. പക്ഷേ നോക്കി സ്തോത്രം. ഞാൻ ഒത്തിരി ഫാസ്റ്റാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ ചുമന്നു പോകുന്നതായ ആട് എപ്പോഴാണോ കാഴ്ചയിൽ നിന്ന് മറയുന്നത് അപ്പോൾ തന്നെ പുരോഹിതൻ രക്താംബര വേഗത്തിലെടുത്ത് എൻ്റെ കട്ടളക്കാനുമേൽ ദേവാലയത്തിൻ്റെ അല്ലെങ്കിൽ അന്ന് മോശയുടെ കാലത്ത് സമാഗമന കൂടാരത്തിൻ്റെ എൻ്റെ കട്ടളയിൽ കുറച്ച് രക്താംബരം എടുത്ത് നന്നായിട്ട് കെട്ടി
ഇട്ട് നിർത്തും, ചുവന്ന നിറത്തിൽ തന്നെ ആയിരിക്കും. പക്ഷേ മരുഭൂമിയിലേക്ക് പോയതായ ആട് എപ്പോഴാണോ മരിക്കുന്നത്, മരുഭൂമിയിലേക്ക് പോയതായ ആട് എപ്പോഴാണ് ചത്തത് എന്ന് പറയല്ലേ. സ്തോത്രം. ഇത് കർത്താവ് യേശുവിൻ്റെ നിഴലായതുകൊണ്ട് എപ്പോഴാണ് ആട് മരിക്കുന്നത്, അപ്പോൾ കടൻ ചുവപ്പായ രക്താംബരം ഹിമത്തോളം അത് പഞ്ഞി പോലെ വെളുക്കും. ഹല്ലേലൂയ. സോ കടൻ ചുവപ്പായതാ, ഓൾ ഓഫ് എ സഡൻ അത് പഞ്ഞു പോലെ വെളുക്കുമ്പോൾ, അതെപ്പോഴാണ് വെളുക്കുന്നത്, ഒരു മരുഭൂമിയിൽ പോയത് എപ്പോഴാണോ മരിക്കുന്നത്. സ്തോത്രം. സോ അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് യെശയ്യാ 1:18 വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ പറഞ്ഞേ, നിങ്ങളുടെ പാപങ്ങൾ കടൻ ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. സ്തോത്രം. രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. സഹോദരി സഹോദരന്മാരെ, പരിഹാരം വന്നു കഴിഞ്ഞ്, ഓ കമാർ, ഹല്ലേലൂയ, പരിഹാരം വന്നു കഴിഞ്ഞ്, പരിഹാരം വന്നു കഴിഞ്ഞു. ചുമക്കേണ്ടതിനെ അവൻ ചുമന്നു, വഹിക്കേണ്ടതിനെ അവൻ വഹിച്ചു. ദൈവത്തിൻ്റെ പുത്രനാകുന്ന യേശു വഹിക്കേണ്ടതിനെ വഹിച്ചു, ചുമക്കേണ്ടതിനെ ചുമന്നു. ഒരിക്കൽ കൂടെ, ദൈവപുത്രനായ യേശു പാപത്തെ വഹിച്ചു, പാപത്തെ ചുമന്നു. അതുകൊണ്ട് വീണ്ടും ഒരു സ്റ്റെപ്പ് ആഴങ്ങളിലേക്ക് ഇറങ്ങി ഞാൻ കൃത്യമായി പറയട്ടെ. പാപത്തെ ചുമന്നതുകൊണ്ട്, പാപത്തെ യേശു കർത്താവ് വഹിച്ചതുകൊണ്ട്, പാപം നിമിത്തം പിന്നെ കടന്നു വന്നതായ പാപത്തിൻ്റെ ശമ്പളമായ മരണമാകട്ടെ, ശാപങ്ങളാകട്ടെ, വേദനകളാകട്ടെ, ദുഃഖങ്ങളാകട്ടെ, രോഗങ്ങളാകട്ടെ, ഇതെല്ലാം പാപത്തിൻ്റെ സ്തോത്രം കോൺസിക്വൻസ് ആണല്ലോ. അതെ, ശാപമാകട്ടെ, വേദനകളാകട്ടെ, ദുഃഖങ്ങളാകട്ടെ, മരണമാകട്ടെ, ഇതൊന്നും നിന്റെ മേൽ ഇനി വരികയില്ല. Yes. This is very important. This is very important. Hallelujah. Hallelujah. ആവശ്യമില്ലാത്തതൊന്നും നീ ചുമന്ന് നടക്കത്തില്ല. ഒരിക്കൽ കൂടെ എൻ്റെ കണ്ണിൽ നോക്കിയേ. ആവശ്യമില്ലാത്തൊന്നും നീ ചുമന്ന് നടക്കത്തില്ല. രണ്ട് തോള് നന്നായിട്ടൊന്ന് തൂത്തുകളഞ്ഞ്, രണ്ട് തോള് നന്നായിട്ട് തൂത്തുകള. ആവശ്യമില്ലാത്ത എല്ലാം ഇറങ്ങിപ്പോ യേശുവിൻ്റെ നാമത്തിൽ. ഈ പ്രവചന ക്രിയയുടെ മുൻപിൽ ആരാ നിർത്തിയേ? ഈ പ്രവചന ക്രിയയുടെ മുമ്പിൽ ആവശ്യമില്ലാത്ത എല്ലാം ഇറങ്ങിപ്പോ. എല്ലാ ദുഃഖങ്ങൾ ഇറങ്ങിപ്പോകട്ടെ, എല്ലാ വേദനകൾ ഇറങ്ങിപ്പോകട്ടെ. നിർത്തിയതാരാ? എല്ലാ ദുഃഖങ്ങൾ ഇറങ്ങിപ്പോ, എല്ലാ വേദനകൾ ഇറങ്ങിപ്പോ, എല്ലാ ശാപങ്ങൾ ഇറങ്ങിപ്പോ, എല്ലാ രോഗങ്ങൾ ഇറങ്ങിപ്പോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പാപം നിമിത്തം കടന്നു വന്നത് സകലതും, ദുഃഖങ്ങൾക്ക് ടാറ്റാ, വേദനകൾക്ക് ടാറ്റാ, ശാപങ്ങൾക്ക് ടാറ്റാ, ഹല്ലേലൂയ, മരണത്തിന് ടാറ്റാ. ഇതൊന്നും എന്നെ തടയുവാൻ കഴിയത്തില്ല. കാരണം അവൻ വഹിക്കേണ്ടതിനെ വഹിച്ചു, അവൻ ചുമക്കേണ്ടതിനെ ചുമന്നു. ഇരു കരങ്ങളെ അടിച്ച് ശക്തിയോടെ ഹല്ലേലൂയ. You know the truth and truth shall set you free. കരങ്ങളടിച്ച് ആഘോഷിച്ചേ. Hallelujah. Hallelujah. In the name of Jesus. In the name of Jesus. പന്നപ്പിശാചേ, ഇന്ന് പകൽക്കാലം നീ തോറ്റവനാണ്. സാത്താനെ നീ ലജ്ജിക്കുകയാണ്. ഞങ്ങൾ സത്യം അറിയുന്നു, സത്യം ഞങ്ങളെ സ്വതന്ത്രമാക്കുന്നു. നിങ്ങൾ ഇറിറ്റേഷനിൽ ജീവിക്കേണ്ടവനല്ല, നിങ്ങൾ ഫ്രസ്ട്രേഷനിൽ ജീവിക്കേണ്ടതല്ല, നിങ്ങൾ ഭയത്തിൽ ജീവിക്കേണ്ടവരല്ല, നിങ്ങൾ ആകുലതയിൽ ജീവിക്കേണ്ടവരല്ല, നിങ്ങൾ വ്യാകുലതയിൽ ജീവിക്കേണ്ടവരല്ല, നിങ്ങൾ ശാപത്തിൽ ജീവിക്കേണ്ടവരല്ല, നിങ്ങൾ രോഗം ചുമക്കേണ്ടവരല്ല, നിങ്ങൾ ദുഃഖങ്ങൾ ചുമക്കേണ്ടവരല്ല. പകരം അവൻ്റെ സ്വാതന്ത്ര്യം, അവൻ്റെ വിടുതൽ നിങ്ങൾ ചുമക്കേണ്ടവരാണ്. ഹല്ലേലൂയ. സ്തോത്രം. ശബ്ദം ഉയർത്തി പറഞ്ഞേ, ഞാൻ യേശുവിനെ മാത്രം ചുമക്ക്. ഒരിക്കൽ കൂടെ, ഞാൻ യേശുവിനെ മാത്രം ചുമക്ക്. യേശുവിനെ മാത്രം ചുമക്കുമ്പോൾ, ഒരു തോളിൽ യേശു, മറ്റേ തോളിൽ ശാപത്തിന് ഇരിക്കാൻ കഴിയത്തില്ല. ഒരു തോളിൽ യേശുവിന്, മറ്റേ തോളിൽ വ്യഥയ്ക്കും വേദനയ്ക്കും ഇരിക്കാൻ കഴിയത്തില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ്. സ്തോത്രം. കഴുതയായിരിക്കാം, പക്ഷേ ചുമക്കേണ്ടവനെ മാത്രമേ ഞാൻ ചുമക്കത്തുള്ളൂ. കഴുതിയായിരിക്കാം, ചുമക്കേണ്ടവനെ മാത്രമേ ഞാൻ ചുമക്കത്തുള്ളൂ. സ്തോത്രം. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. മരണമല്ല ഞാൻ ചുമന്ന് നടക്കുന്നത്. അയ്യോ, ചാകോ, കിടരോഗിയാകോ. അയ്യോ, വീണ് പോയാൽ എന്ത് ചെയ്യും? വീണവനോ, അത് കെട്ടുകളെല്ലാം അടിഞ്ഞു പോകട്ടെ. ആ വീട്ടിലായിരിക്കുന്നവർ സ്വതന്ത്രമാകട്ടെ. നിന്റെ വീട്ടിലുള്ള എല്ലാ കിടരോഗത്തിൻ്റെ കെട്ടുകളെ അഴിച്ചു കളയുകയാണ് കർത്താവ്. യേശുവിൻ്റെ നാമത്തിൽ
വേദന ചുമന്നല്ല ജീവിക്കുന്നത്, വ്യഥ ചുമന്നല്ല ജീവിക്കുന്നത്. ഇൻ ജീസസ് നെയിം ഹല്ലേലൂയ. പകരം ധൈര്യത്തിൽ ജീവിച്ചാണ്. കാരണം ചുമക്കേണ്ടത് ഈ കർത്താവ് ചുമന്നു കഴിഞ്ഞു, വഹിക്കേണ്ടത് അവൻ നിനക്ക് വേണ്ടി വഹിച്ചു കഴിഞ്ഞു. കേട്ടവർ ആമേൻ പറഞ്ഞേ. ചുമക്കേണ്ടത് കർത്താവ് ചുമന്നു കഴിഞ്ഞു, വഹിക്കേണ്ടത് കർത്താവ് വഹിച്ചു കഴിഞ്ഞു. 5 മിനിറ്റ് എനിക്ക് ഒത്തിരി പറയാനുണ്ട്, ബാക്കി നമുക്ക് വൈകിട്ട് കേൾക്കാം. സ്തോത്രം. അതെ, അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് സ്തോത്രം ഒരു ഫ്രസ്ട്രേഷൻ്റെ ലൈഫല്ല, നിരാശയുടെ ലൈഫല്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വേദനയുടെ ജീവിതമല്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ദുഃഖങ്ങളുടെ ജീവിതമല്ല. ദുഃഖം വരാം, വേദന വരാം, പ്രശ്നം വരാം. പക്ഷേ അതേസമയത്ത് ഓൾ ഓഫ് ആകത്തുക മുഴുവനായി നോക്കിയാൽ ബാലൻസ് ചെയ്യാൻ ഞാൻ പറയട്ടെ, ഇറ്റ്സ് എ ലൈഫ് ഓഫ് പ്രോസ്പെരിറ്റി. ഇറ്റ്സ് എ ലൈഫ് ഓഫ് പ്രോസ്പെരിറ്റി. ഇറ്റ്സ് എ ലൈഫ് ഓഫ് പ്രോസ്പെരിറ്റി. അതൊരു സമൃദ്ധിയുടെ ജീവിതമാണ്. തെറ്റിദ്ധരിക്കല്ലോ. ന്യൂ ജനറേഷൻ കാരൻ ഇപ്പം കണ്ണ് തുറന്നിട്ട് പറഞ്ഞു, അതാ ഞങ്ങളുടെ സബ്ജക്റ്റ് പറഞ്ഞു. എടോ, നീ പറയുന്ന പ്രോസ്പെരിറ്റി അല്ല ഞാൻ പറയുന്ന പ്രോസ്പെരിറ്റി. നീ പറയുന്നത് അദാനിയുടെയും അംബാനിയുടെയും പ്രോസ്പെരിറ്റിയാണ്. ഞാൻ പറയുന്നത് വേദപുസ്തകത്തിലെ പ്രോസ്പെരിറ്റിയാണ്. യേശു കർത്താവ് വഹിക്കേണ്ടതിനെ വഹിച്ചത് കൊണ്ട്, യേശു കർത്താവ് ചുമന്നതിനെ ചുമന്നത് കൊണ്ട്, യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ജീവിതത്തിൻ്റെ 2ാം വാക്യമാണ് ഞാൻ ഉദ്ധരിച്ചത്. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ ആസ് യുവർ സോൾ പ്രോസ്പർ. എന്താണ് ആ പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത്? നിന്നെ ഞാൻ സ്തോത്രം, അതെ, നിന്നെ ഞാൻ മൾട്ടി മില്യണർ ആക്കാം എന്നല്ല കർത്താവ് പറഞ്ഞത്. നോ, നിന്നെ ഞാൻ കോടീശ്വരനാക്കാം എന്നല്ല കർത്താവ് പറഞ്ഞത്. പകരം സ്തോത്രം, വേദപുസ്തകത്തിൻ്റെ പ്രോസ്പെരിറ്റി അർത്ഥമെന്ന് പറയുന്നത് ഇറ്റ് വാസ് എ ഗുഡ് ട്രിപ്പ്. ഇറ്റ് വാസ് എ ഗുഡ് ട്രിപ്പ്. പ്രിയനെ, നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ. ഗ്രീക്കിൽ ആണല്ലോ പുതിയ നിയമം എഴുതിയത്. ഞാൻ സ്തോത്രം നേരത്തെ പറഞ്ഞ എബ്രായ പദമാണെങ്കിൽ ഗ്രീക്കിലാണ് പുതിയ നിയമം എഴുതിയത്. സോ 3 യോഹന്നാൻ 2ാം വാക്യത്തിൽ ഗ്രീക്കിൽ യോഹന്നാൻ എഴുതുമ്പോൾ സ്തോത്രം താൻ ഉപയോഗിച്ച വാക്ക് ഇതാണ്, യു ഹോഡാസ്. യു ഹോഡാസ്. യു ഹോഡാസ് എന്ന് പറഞ്ഞാൽ 2 പദങ്ങളാണ്. ഒന്ന് യു, മറ്റൊന്ന് ഹോഡാസ്. യു എന്ന് പറഞ്ഞാൽ സ്തോത്രം ഗുഡ്, നല്ലത്. എല്ലാവരും പറഞ്ഞാട്ടെ, നല്ലത്. ക്രിസ്തീയ ജീവിതം എങ്ങനെയുണ്ട്? റിയലി കണ്ടിട്ട് തോന്നില്ലല്ലോ. കമോൺ, ക്രിസ്തീയ ജീവിതം എങ്ങനെയാണ്? നല്ലത്. യു ഹോഡാസ് എന്ന് പറഞ്ഞാൽ വേ അല്ലെങ്കിൽ വഴി. ഹോഡാസ് എന്ന് പറഞ്ഞാൽ വേ, വഴി അല്ലെങ്കിൽ പാത്ത്. യെസ്, അഗൈൻ വഴി, ട്രിപ്പ് അല്ലെങ്കിൽ യാത്ര. യു ഹോഡാസ് എന്ന് പറഞ്ഞാൽ നല്ല യാത്ര. ജീവിതം എങ്ങനെയുണ്ട്? ഇത്രയും വർഷം കർത്താവ് നിങ്ങളെ കൊണ്ടുവന്നു. ചുമക്കേണ്ടടുത്ത് ചുമന്നു, വഹിക്കേണ്ടടുത്ത് വഹിച്ച്, ദൈവത്തിന്റെ കൃപയാൽ ദൈവം നിങ്ങളെ കൊണ്ടുവന്നു. Come on, talk to me. Hallelujah. ഇത്രയും വർഷം കർത്താവ് കൊണ്ടുവന്നു. പക്ഷെ ഇത്രത്തോളം കർത്താവ് കൊണ്ടുവന്ന നല്ല ട്രിപ്പ് എന്ന് അനുഭവിച്ചവർ ആരെങ്കിലും ഉണ്ടോ? Come on, hallelujah. 2 പേര് 4 പേര് തൊട്ടൊന്നും പെട്ടെന്ന് പറഞ്ഞേ, നല്ല ട്രിപ്പായിരുന്നു പറഞ്ഞാട്ടെ. നല്ല ട്രിപ്പായിരുന്നു. സ്തോത്രം. ഇടയ്ക്ക് ടർബുലൻസ് ഉണ്ടായിരുന്നു, ഇടയ്ക്ക് വെല്ലുവിളി ഉണ്ടായിരുന്നു, ഇടയ്ക്ക് ട്രാപ്പുകൾ ഉണ്ടായിരുന്നു, ഇടയ്ക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഇടയ്ക്ക് ചാലഞ്ചസ് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഞാൻ വിചാരിച്ചു സ്തോത്രം പരിപാടി തീർന്നെന്ന്. പക്ഷേ എൻ്റെ ക്യാപ്റ്റൻ ഭയങ്കര പെർഫെക്റ്റ് ആയത് കൊണ്ട്, ഓ കമാൻ, എൻ്റെ ക്യാപ്റ്റൻ. It was an amazing trip. കഴിഞ്ഞ വർഷങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി പൊട്ടിച്ചിരിച്ച കരങ്ങളെ അടിച്ച് കൈയടിക്കുന്നേ, നേരെ കൈയടിക്ക. ഹല്ലേലൂയ. ഇടയ്ക്കെല്ലാം കൈവിട്ട് പോയി എന്ന് വിചാരിച്ചു. ഇടയ്ക്ക് വിചാരിച്ചു ജീവിതം പാളിപ്പോയി. ഇടയ്ക്ക് വിചാരിച്ചു ആത്മഹത്യ. ഇടയ്ക്ക് വിചാരിച്ചു മരണം. ഇടയ്ക്ക് വിചാരിച്ചു അനർത്ഥം, പ്രശ്നം തീർന്നു. പക്ഷേ നോ. ഹല്ലേലൂയ. ഞാനല്ല ഡ്രൈവർ സീറ്റിൽ ഇരുന്നത്. എൻ്റെ ക്യാപ്റ്റൻ, എൻ്റെ ചുക്കാൻ നിയന്ത്രിച്ചിട്ട്, എൻ്റെ ചുക്കാൻ അവൻ ഏറ്റെടുത്തിട്ട് ആണിപ്പഴുതുള്ള കരത്തിൽ ചുക്കാൻ ഏറ്റെടുത്തിട്ട് പറഞ്ഞു, നോ, ലെറ്റ് മീ ഹാൻഡിൽ യുവർ ടർബുലൻസ്, ലെറ്റ് മീ ഹാൻഡിൽ യുവർ ടൊർണാഡോസ്. നിന്റെ കൊടുങ്കാറ്റുകളെ ഞാനൊന്ന് ശാന്തമാക്കട്ടെ, നിന്റെ തിരമാലകളെ ഞാൻ അനങ്ങാതിരിക്കട്ടെ എന്ന് പറയട്ടെ. സോ ഫോർ നല്ല ട്രിപ്പായിരുന്നു.
നല്ല ട്രിപ്പായിരുന്നു. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭം സുഖമായിരിക്കുക. യുഹരാസ്. ഹല്ലേലൂയ, സ്തോത്രം. 2 കൊരിന്ത്യലേഖനം 8-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ, അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് അവൻ നിങ്ങൾക്കായി, സ്തോത്രം, ദരിദ്രൻ ആയിത്തീരുന്നതായ കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. സ്തോത്രം, ദരിദ്രനായിത്തീരുന്നതായ കൃപ നിങ്ങൾ അറിയുന്നല്ലോ. സോഫാർ, സ്തോത്രം, ട്രിപ്പ് എങ്ങനെയായിരുന്നു? സോഫാർ ട്രിപ്പ്, സ്തോത്രം, അനുഗ്രഹമായിരുന്നു. ഹല്ലേലൂയ. ഒറ്റ എക്സാമ്പിൾ പറഞ്ഞ് ഞാൻ നിർത്തട്ടെ, ബാക്കി നമുക്ക് ഇവനെയും കണ്ടിരിക്കാം. സ്തോത്രം. സന്തോഷമുള്ളവർ ഹല്ലേലൂയ പറഞ്ഞേ. ട്രിപ്പ്, സ്തോത്രം. യേശു കർത്താവ് നിങ്ങൾ വിളിച്ചിറക്കിയത് ചലഞ്ചസ് ഇല്ലാത്ത, കണ്ണുനീരില്ലാത്ത, വെല്ലുവിളി ഇല്ലാത്ത ഒരു യാത്രയ്ക്ക് വേണ്ടിയല്ല. ജീവിതം ഒരു യാത്രയാണ്. ശബ്ദം ഉയർത്തി പറഞ്ഞ്, ജീവിതം എന്താണ്? ഒരു യാത്രയാണ്. ഒരിക്കൽ കൂടി പറഞ്ഞു, ജീവിതം എന്താണ്? യാത്രയാണ്. മുന്നിൽ പോകുന്നത് ആരാണ്? കെ കരുണാകരനല്ല. ആരാ പറഞ്ഞേ? മുന്നിൽ പോകുന്നത് E.K. നായനാരല്ല. മുന്നിൽ പോകുന്നത് N.T. രാമറാവു അല്ല. മുന്നിൽ പോകുന്നത് മരണത്തെയും പാതാളത്തെയും ജയിച്ചവൻ. ദുർഘടങ്ങളെ നിരപ്പാക്കുന്നവൻ, ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്നവൻ, താമ്രഭിത്തികളെ ഉടയ്ക്കുന്നവൻ, ഇല്ലാത്ത വഴിയും വാതിലും നിനക്ക് വേണ്ടി, അതെ, ഇല്ലാത്ത വഴിയെ നിനക്ക് വേണ്ടി ഉളവാക്കുന്നവൻ, വാതിലുകളെ തുറക്കുന്നവൻ. അതുകൊണ്ട് സോഫാ ട്രിപ്പ് ഈസ് ഗുഡ്. ഗുഡ് ട്രിപ്പ്. ജീവിതം, സ്തോത്രം, സോഫാർ നല്ലതാണെന്നോ? ഇത്രയും ജീവിതം നല്ലതായിരുന്നു മക്കളെ, ബൈബിൾ അനുസരിച്ച് ഞാൻ പറയട്ടെ, ഇത്രയും നല്ലതായിരുന്നെങ്കിൽ ഇനി ബാക്കിയുള്ളത് ഇതിനേക്കാൾ നല്ലതായിരിക്കും. എല്ലാ ഭയങ്ങളും ഇറങ്ങിപ്പോകട്ടെ, എല്ലാ ആകുലതകൾ ഇറങ്ങിപ്പോട്ടെ. അയ്യോ, അത് പറ്റുമോ, ഇത് പറ്റുമോ, മറ്റേത് പറ്റുമോ എന്ന് ലൂസിഫർ ലവ് ലെറ്റർ എഴുതി നിന്നോട് വന്ന് പറയുന്നെങ്കിൽ ആ ചെകുത്താനോട് പറ, നോ, ഇത്രയും കർത്താവ് കൊണ്ടുവന്നെങ്കിൽ ബെസ്റ്റ് യെറ്റ് ടു കം, ബെസ്റ്റ് യെറ്റ് ടു കം, ബെസ്റ്റ് യെറ്റ് ടു കം, കം ഓൺ, ബെസ്റ്റ് യെറ്റ് ടു കം. യെസ്, ഉറക്കട്ടെ, അതിലങ്ങ് ഉറക്ക്, അതിലങ്ങ് ഉറക്ക്. അയ്യോ, ആരാ ചിരിക്കാതിരിക്കുന്നത്? ചിരിക്കാൻ മറന്നുപോയവരുണ്ട്. നല്ലത് വരാൻ പോകുന്നേ ഉള്ളൂ. നല്ലത് കണ്ടിട്ടില്ല, നല്ലത് കാണാൻ പോകുന്നേ ഉള്ളൂ. നല്ല ആരോഗ്യം വരാൻ പോകുന്നേ ഉള്ളൂ. നല്ല പണം വരാൻ പോകുന്നേ ഉള്ളൂ. നല്ല വാതിൽ തുറക്കാൻ പോകുന്നേ ഉള്ളൂ. നല്ല ഉയർച്ചകൾ വരാൻ പോകുന്നേ ഉള്ളൂ. നല്ല പ്രവർത്തികൾ വെളിപ്പെടാൻ പോകുന്നേ ഉള്ളൂ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ താഴ്ചയല്ല, ഉയർച്ച തന്നെ പ്രാപിക്കും. പൊട്ടിക്കരഞ്ഞ ഒത്തിരി പേർ എൻ്റെ മുമ്പിലുണ്ട്. നിലവിളിച്ച ഒത്തിരി പേരുണ്ട്. ജീവിതം കൈവിട്ടു പോയി എന്ന് പറഞ്ഞ ഒത്തിരി പേർ എൻ്റെ മുമ്പിലുണ്ട്. പക്ഷെ ലൈഫ് എങ്ങനെയാണ്? ലൈഫ് എങ്ങനെയാണ്? ഹൗ ഈസ് ലൈഫ്? ജീവിതം എങ്ങനെയുണ്ട്? അവസാനം നിങ്ങൾ പറയും, സ്തോത്രം, ഇറ്റ് വാസ് ഗുഡ്, ഇറ്റ് വാസ് ഗുഡ്. യെശയ്യാപ്രവചനം 53:4 ഞാൻ സ്തോത്രം നിങ്ങൾക്കായി വ്യാഖ്യാനിക്കുന്നത്. ഷ്യൂർലി, സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു. ഷ്യൂർലി ഹി ഹാസ് ബോൺ അവർ സിക്നസ്. അത് അവരുടെ മനസ്സ് മാറിയിട്ട് അവർ പാടുമെന്നാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ആര്? യഹൂദൻ്റെ മനസ്സ് മാറിയിട്ട് അവർ പാടണം. സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ. സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ലൈഫ് കണ്ടിട്ട് ഒത്തിരി പേരുടെ മനസ്സ് മാറും. നിങ്ങളുടെ ലൈഫ് കണ്ടിട്ട് ഒത്തിരി പേരുടെ മനസ്സ് മാറും. പക്ഷേ അതേ സമയത്ത് നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. ഒരാൾ യാത്ര പുറപ്പെട്ടു. 276 പേരായിരുന്നു ആ കപ്പലിലുള്ളത്. 276 പേരാണ് ആ കപ്പലിലുണ്ടായിരുന്നത്. അവർ യാത്ര പുറപ്പെട്ടു. ആദ്യം പുറപ്പെട്ടപ്പോൾ പുള്ളി പറഞ്ഞു, നോ 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 നോ, കാലാവസ്ഥ നിരീക്ഷകൻ പറയുന്ന പോലെയല്ല, കപ്പലിൻ്റെ ക്യാപ്റ്റൻ പറയുന്ന പോലെയല്ല. സ്തോത്രം, കാലാവസ്ഥാ നിരീക്ഷകൻ ഇന്നലെയാണ് കണ്ടത്, കപ്പലിലെ ക്യാപ്റ്റൻ ഇന്നാണ് കാണുന്നത്. പക്ഷേ എന്നിലുള്ള കർത്താവ് നാളെയാണ് കാണുന്നത്. കമാൻ, നാളെ കണ്ട് ജീവിക്കേണ്ട ഒരു ഭാഗ്യം ആർക്കോ ഇന്ന് പകൽ മുതൽ ഉണ്ടാകട്ടെ. യെസ് യെസ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നാളെ കണ്ട് ജീവിക്കുക, നാളെ കണ്ട് ജീവിക്കുക യേശുവിൻ്റെ നാമത്തിൽ. നല്ല നാളെ, നല്ല നാളെ. ഈ യാത്ര നല്ലതല്ല. സ്തോത്രം, നമ്മളിപ്പോൾ പുറപ്പെടാൻ പാടില്ല. പക്ഷേ ആ ദൈവദാസൻ്റെ ശബ്ദത്തെ മാറ്റിവെച്ചിട്ട് പുറപ്പെട്ടു. നിങ്ങൾക്കറിയാം സൺഡേ സ്കൂൾ സ്റ്റോറി, അപ്പോസ്തല പ്രവൃത്തി 27-28. അവർ യാത്ര പുറപ്പെട്ടു.
സ്തോത്രം. യാത്ര പുറപ്പെട്ടു പോകുമ്പോഴേക്കും മുഴുവൻ ചരക്കും, കപ്പലിലുണ്ടായിരുന്ന മുഴുവൻ ചരക്കും അവർ കളയേണ്ടി വന്നു. 276 പേരുണ്ട്. സ്തോത്രം. പൗലോസ് എങ്ങോട്ടാ പോകുന്നേ? പൗലോസ് പറയും, സ്തോത്രം, അതാ അവിടെ വരെ, റോം വരെ പോവാ. കാരണം കർത്താവിനോട് പറഞ്ഞതാ. സ്തോത്രം. അങ്ങനെ ഞാൻ യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഭയങ്കര കാറ്റ് കടന്നു വന്നു. അതിൻ്റെ പേരെന്തുവാ? യെസ്. കർത്താവ് ആരെന്ന് ചോദിച്ചപ്പോൾ ഇത്രയും നേരം മിണ്ടിയില്ല. ഹല്ലേലൂയ. ഈശാനമൂലൻ എന്ന ഭയങ്കര കാറ്റടിച്ചു. നിങ്ങൾക്കറിയാം, ചരക്ക് മുഴുവൻ കളഞ്ഞു. കപ്പൽ, സ്തോത്രം, അതെ, മുങ്ങി. ചരക്ക് പോയി, കപ്പൽ പോയി. പക്ഷേ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും, കേക്ക്, എത്ര ചരക്ക് പോയാലും, എത്ര കപ്പൽ മുങ്ങിയാലും, ഒരു പലക കഷ്ണം നിനക്ക് വേണ്ടി അവന് മാറ്റിയിട്ടിട്ടുണ്ട്. നീന്തൽ അറിയാവുന്നവർ വെള്ളത്തിൽ നീന്തി കരയിൽ കയറട്ടെ. പക്ഷെ നീന്തൽ അറിയാത്തവർ സ്തോത്രം ആ പലകമേൽ പറ്റിപ്പിടിച്ച് സ്തോത്രം കരയിലെത്തട്ടെ. ഒരു പലക കഷ്ണം, ആ ഉയരം കുറഞ്ഞ ആ വൃദ്ധനായ ആ മനുഷ്യന് വേണ്ടി ഒരു പലക കഷ്ണം കർത്താവ് മാറ്റിയിട്ടിരുന്നു. ബലം കുറവാണേ. കുറേ ആഴ്ചകളായേ ഈ തടവുകാരനായിട്ട്. കയ്യിൽ ചങ്ങലയുണ്ടേ. സ്തോത്രം. ഒരു പലക കഷ്ണം നിനക്ക് വേണ്ടിയുണ്ട്. ഹല്ലേലൂയ. എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ, സ്തോത്രം, കപ്പൽ മുങ്ങുന്നതോടൊപ്പം, ആരോടോ പ്രവചനാത്മാവിൽ ഞാൻ പറയുന്നു, കപ്പൽ മുങ്ങുന്നതോടൊപ്പം എന്തെങ്കിലും കീറുന്ന ശബ്ദം കേൾക്കുന്നെങ്കിൽ നിന്റെ പല കഷ്ണം കീറി വരികയാണ്. ഹല്ലേലൂയ. എന്തിനാ ബ്രദറെ ആ കപ്പൽ മുക്കിയത്? അതെ, ഈ ദൈവദാസനെതിരെ എഴുതിയതായ ഒരു FIR ഉണ്ടായിരുന്നു. യവനെതിരെ എഴുതിയ FIR മുക്കാനാണ് ആ കപ്പലിനെ ദൈവം മുക്കിയത്. പൗലോസേ, ഈ അടിക്കുന്ന കാറ്റ് നിന്റെ നന്മയ്ക്കാ കേട്ടോ. കാരണം നിനക്കെതിരെ എഴുതിയതിനെ ദൈവം മുക്കിക്കളയുകയാണ്. നിന്റെ നെഗറ്റീവ്, നിന്നെക്കുറിച്ചുള്ളതായ നെഗറ്റീവ് റിപ്പോർട്ടിനെ കർത്താവ് മുക്കിക്കളയുകയാണ്. നിന്റെ ലേബലിനെ ദൈവം മാറ്റുകയാണ്. നിന്റെ ലേബലിനെ ദൈവം മാറ്റുകയാണ്. കപ്പൽ മുങ്ങി. സ്തോത്രം. പലയെ പിടിച്ചു. അതെ, കരയിൽ കയറി. സ്തോത്രം. പൗലൂസിന്റെ സ്വഭാവം നല്ല സ്വഭാവമാണ്. പൗലൂസിന്റെ സ്വഭാവം കേട്ടില്ല. പൗലൂസിന്റെ സ്വഭാവം കത്തുന്നതിന് വെള്ളമൊഴിച്ച് കെടുത്തുന്ന സ്വഭാവമല്ല പൗലൂസിന്റെ സ്വഭാവം. പറ, വെള്ളമൊഴിക്കാൻ ആരെങ്കിലും വന്നിട്ടുണ്ടോ? കമോൺ. ഹല്ലേലൂയ. പൗലൂസിന്റെ സ്വഭാവം മങ്ങിക്കത്തുന്നതിനെ ആളി കത്തിപ്പിക്കുന്നതാണ് പൗലൂസിന്റെ സ്വഭാവം. കമോൺ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെല്ലാം കത്തട്ടെ. മങ്ങിക്കത്തുന്നതല്ല, ഇന്ന് പകൽ ആളി കത്തട്ടെ. ചരക്ക് പോയി, കപ്പൽ മുങ്ങി. സ്തോത്രം. കരയിലെത്തി പാമ്പ് കടിച്ചു. പക്ഷേ ഞാനിങ്ങനെ പ്രസംഗിച്ചു, എന്നെ കടിക്കുന്ന വല്ല പാമ്പും ഉണ്ടെങ്കിൽ നിന്റെ അവസാനത്തെ കടിയായിരിക്കും അത്. ഞാൻ ചാകത്തില്ല, നീ ചത്തിരിക്കും. യേശുവിന്റെ നാമത്തിൽ കടിച്ചു തൂങ്ങുന്നതിനെല്ലാം തീയിൽ കുടഞ്ഞുകളാ. പ്രതീക്ഷിക്കാത്ത കാറ്റടിച്ച വ്യക്തികളും കുടുംബങ്ങളും ഓർത്തോളണം. പ്രതീക്ഷിക്കാത്ത ഒരു മാൾട്ടയിൽ നിനക്കൊരു ശുശ്രൂഷയുണ്ട്. നിന്റെ ഡയറിയിൽ ഇല്ലാത്ത, നിന്റെ പ്രോഗ്രാമിൽ ഇല്ലാത്ത സ്ഥലങ്ങളിൽ, പ്ലാറ്റ്ഫോമുകളിൽ, സംഘടനകളിൽ ദൈവം നിന്നെ ശക്തമായി നിർത്തുവാൻ പോകുകയാണ്. പുംപ്ലിയോസിന്റെ അപ്പന്റെ അതിസാരം തുടങ്ങി, പിന്നെ അവസാനം സകല രോഗികളും വന്ന് സൗഖ്യമായി. സ്തോത്രം. സകല രോഗികളും വന്ന് സൗഖ്യമായി. പുസ്തകം പറയുന്നതനുസരിച്ച് രോഗമില്ലാത്ത പഞ്ചായത്തായത്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ?
അഭിഷിക്തൻ കാല് ചവിട്ടിയാൽ പിന്നെ ആ ദ്വീപിൽ രോഗികൾ ഇല്ല. ഏറ്റെടുക്ക് ജനമേ. കണ്ടിട്ടില്ലാത്ത ജനമാണ് വന്നിരിക്കുന്നത്. ബാർബേറിയൻസ്, ബർബരന്മാരാണ്. ബർബരന്മാർ. എൻ്റെ ന്യായമായ ചോദ്യം ഇതാണ്, ഈ ബർബരന്മാരോട് ഇവൻ ഏത് ഭാഷയിലാണ് സംസാരിച്ചത്? ബർബരന്മാരോട് ഏത് ഭാഷയിലായിരിക്കും അവൻ സംസാരിച്ചത്? എവരെ ഭാഷയിലായിരിക്കും സംസാരിച്ചത്? ഐ ഡോണ്ട് നോ. മോഹൻ ബ്രദർ പറഞ്ഞത് ഞാൻ കടമെടുത്ത് പറയട്ടെ. മേ ബി താൻ വാ തുറന്നപ്പോൾ സ്തോത്രം തൻ്റെ അധരത്തിലൂടെ വന്നത് ഭാഷകളുടെ വരമാണെങ്കിൽ, കമാൻ, യവൻ പറയുന്നത് അവർക്ക് മനസ്സിലായി. യേശുവിന്റെ നാമത്തിൽ ഭാഷകളെ വരം ഇന്ന് പകൽക്കാലം കലവറകൾ തുറന്ന് ഈ ജനത്തിനെ ആക്ടിയ. നീ കണ്ടിട്ടില്ലാത്ത ജാതികൾക്കായി നിന്റെ ശുശ്രൂഷ വെളിപ്പെടുവാൻ പോകുന്നു. നീ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളുടെ ദൈവം നിന്നെ കയറ്റി ഇറക്കാൻ പോകുന്നു. പക്ഷെ യെരുശലേമിൽ കണ്ടതായ സ്വന്തം ജനത്തെ പോലെയല്ല അവര്. റോമ സാമ്രാജ്യത്തിലുള്ള ജനത്തെ പോലെ അസാമാന്യതയെ കാണിക്കുന്നവരാണ്. ബൈബിൾ പറയുന്ന അസാമാന്യതയെ. ഇവിടെ ഈ പുള്ളി മറ്റേ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ അശ്വിനി ചിഹ്നമുള്ള അലക്സാണ്ടർ കപ്പല് മുങ്ങി, അതെ, സ്തോത്രം കാത്തിരിക്കുകയാണ്. പൗലോസേ എല്ലാവരും കപ്പലിന് കാത്തിരിക്കും. പക്ഷെ അവൻ പറയും, നോ, എൻ്റെ കേസ് ഡിഫറെൻ്റാ. എല്ലാവരും സ്തോത്രം കപ്പലിനെ കാത്തിരിക്കുകയാണ്. പറ ബാക്കി. എൻ്റെ കേസ് ഡിഫറെൻ്റാ. എന്തോ പറ. കപ്പൽ എനിക്ക് വേണ്ടി കാത്തിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ കപ്പൽ എനിക്ക് വേണ്ടി കാത്തിരിക്കുക. വേണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകാം. ഖമാൻ. കപ്പൽ പൗലോസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇൻ ജീസസ് നെയിം. സ്ഥാനങ്ങൾ, ജോലികൾ, നന്മകൾ, ഭാവികൾ, വഴികൾ, വാതിലുകൾ, കരുതലുകൾ നിനക്ക് വേണ്ടി, നിന്റെ സന്തതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. കൈയടിക്കുന്നെങ്കിൽ നന്നായി കരങ്ങൾ അടിച്ച്. മൂന്ന് പേരെ തൊട്ട് പറഞ്ഞാട്ടെ, ഇതുവരെ യാത്ര നല്ലത്. പെട്ടെന്ന് പറഞ്ഞേ, ഇതുവരെ യാത്ര നല്ലത്. കാറ്റടിച്ചു, ചരക്ക് പോയി, കപ്പൽ മുങ്ങി. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ ഇതുവരെ കാണാത്ത ജനത്തിൻ്റെ ഇടയിലൂടെ കയറി ഇറങ്ങിയപ്പോഴേക്കും ഇതുവരെ യാത്ര നല്ലത്. കമാൺ. ഇതുവരെ യാത്ര നല്ലതെങ്കിൽ ഇനി മേലാൽ ഇതിനേക്കാൾ നല്ലതായിരിക്കും. ഇതുവരെ യാത്ര നല്ലതെങ്കിൽ ഇനി മേലാൽ ഇതിനേക്കാൾ നല്ലതായിരിക്കും. അശ്വിനി ചിഹ്നമുള്ള അലക്സാണ്ട്രിയൻ കപ്പൽ, മീനിങ് ലക്ഷറി ഷിപ്പിലാണ് തുടർന്ന് യാത്ര ചെയ്തത്. വഹിക്കേണ്ടതവൻ വഹിച്ചതുകൊണ്ട്, ചുമക്കേണ്ടതവൻ ചുമന്നതുകൊണ്ട്. സ്തോത്രം. എൻ്റെ ബെനിഫിറ്റ് നിനക്കും എനിക്കും ഉള്ളതാണ്. സ്തോത്രം. അശ്വിനി ചിഹ്നമുള്ള അലക്സാണ്ട്രിയൻ കപ്പലിൽ കയറി. നിങ്ങൾക്കറിയോ, ഇങ്ങനെയാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. രാജാക്കന്മാരെ ഡിപ്ലോമറ്റ്സ് എവിടെയാണ് ഇറങ്ങുന്നത്? ആ പോർട്ടിലാണ് പൗലോസ് ഇറങ്ങിയത്. രാജാക്കന്മാര്, ഡിപ്ലോമറ്റ്സ് ഇറങ്ങുന്ന, സ്തോത്ര ഗവർണർമാർ ഇറങ്ങുന്ന ആ പോർട്ടിലാണ് പുള്ളി ഇറങ്ങിയത്. അയ്യോ, ആർക്കും മനസ്സിലായില്ല. അപ്പം നേരത്തെ മറ്റേ സംഭവം ഉണ്ടായിരുന്നെങ്കിൽ തടവ് പുള്ളികൾ ഇറങ്ങുന്ന, തടവ് പുള്ളികൾ ഇറങ്ങുന്നിടത്ത് ഇറങ്ങണമായിരുന്നു. നോ, നീ തടവ് പുള്ളിയല്ല, നീ അംബാസഡറാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നീ അംബാസഡർ. സോ അശ്വിനി ചിഹ്നമുള്ള അലക്സാണ്ട്രിയൻ കപ്പൽ, സ്തോത്രം. ആ സ്ഥലത്ത് പൗലോസ് ഇറങ്ങിയപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഞാൻ പറയട്ടെ, ഞാൻ ഇങ്ങനെ കാണുകയാണ് വിശ്വാസത്താൽ. സ്തോത്രം. 100 കണക്കിന് റോമ പടയാളികൾ സല്യൂട്ട് ചെയ്തായിരിക്കും ഈ VIP പുറത്തിറക്കുന്നത്. കാരണം അവന്റെ കയ്യിൽ ചങ്ങലയില്ല, അവനെതിരെ ഒരു FIR ഇല്ല. Come on, ladies and gentlemen, brothers and sisters, let me release this word of prophecy. നിന്റെ നാശം കാത്തിരിക്കുന്നവർ നിന്നെ സല്യൂട്ട് ചെയ്യേണ്ട ദിവസങ്ങൾ വന്നിരിക്കുന്നു. So far, trip is good. Come on, ഇത് വേറെ ആരെങ്കിലും പ്രസംഗിച്ച് ഞാൻ ഒന്ന് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചാൽ ഇങ്ങനെ ഈ ജനത്തിന് ഇരിക്കാൻ പറ്റുന്നത്? Come on, so far, trip is good. So
life is good. ഇതുവരെ ജീവിതം നല്ലതാണ്. ഇടയ്ക്കൊരു കാറ്റടിച്ചു കാണും, ഇടയ്ക്കത് മുങ്ങിക്കാണ്, കപ്പൽ മുങ്ങിക്കാണ്. ഇടയ്ക്ക് ആൾക്കാർ പറഞ്ഞു കാണും ഇതോടെ വച്ച് പൂട്ടിയെന്ന്. ആൾക്കാർ പറഞ്ഞു കാണും ഇതോടെ ജീവിതം തീർന്നെന്ന്. നോ 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 നോ. വഹിക്കേണ്ടത് അവൻ വഹിച്ചത് കൊണ്ട്, ചുമക്കേണ്ടത് അവൻ ചുമക്കുന്നത് കൊണ്ട്. ഹല്ലേലൂയ. വഹിക്കേണ്ടത് അവൻ വഹിച്ചത് കൊണ്ട്, ചുമക്കേണ്ടത് കർത്താവ് ചുമന്നത് കൊണ്ട്. ഇനി നീ അപമാനമല്ല ചുമക്കുന്നത്, ഇനി നീ നിന്നല്ല ചുമക്കുന്നത്. ആ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. കരങ്ങൾ അടിച്ചോർപ്പട്ടെ.